Hi dear students, so welcome to a new session of the JEE Mains question discussions. So myself Rubu Varghese. അപ്പോൾ JEE Main January 28 മോർണിംഗ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, January 28 മോർണിംഗ് ഷിഫ്റ്റിലെ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിൽ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ ഒന്ന് തുടങ്ങിയേക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ സെക്ഷൻ എയിലെ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് തുടങ്ങിയേക്കാം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഇൻകറക്റ്റ് ഡിക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് റേഡിയസ്. സെക്ഷൻ എയിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ സിംഗിൾ കറക്റ്റ് ആൻസർ ടൈപ്പിൽ the incorrect decreasing order of the atomic radii is. നമുക്ക് അറ്റോമിക് റേഡിയനെ കുറിച്ച് പീരിയോഡിക് ട്രെൻഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോഴേക്കും പീരിയോഡിക് ടേബിൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോഴേക്കും സൈസ് ഷ്രിങ്ക് ചെയ്യും. അതുപോലെ തന്നെ മേലെ നിന്ന് താഴേക്ക് വരുമ്പോഴേക്കും സൈസ് കൂടുകയാണ് ചെയ്യുന്നത്. എക്സെപ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മേലെ നിന്ന് താഴേക്ക് വരുമ്പോൾ സൈസ് കൂടുകയാണ്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോഴേക്കും സൈസ് കുറയുകയാണ്. അങ്ങനെയിൽ ആ രീതി നോക്കുകയാണെങ്കിൽ ഇവിടെയുള്ളത് മഗ്നീഷ്യം, അലുമിനിയം, കാർബൺ, ഓക്സിജൻ. അത് ശരിക്കും കറക്റ്റാണ്. മഗ്നീഷ്യം, അലുമിനിയം, കാർബൺ, ഓക്സിജൻ ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. തേർഡ് പീരീഡിലുള്ള എലമെൻറ്റ്സ് ആണ് മഗ്നീഷ്യം, അലുമിനിയം, കാർബൺ, ഓക്സിജൻ. മഗ്നീഷ്യം എന്ന് പറയുന്ന ആൾ വരുമ്പോഴേക്കും തേർഡ് പീരീഡിലുള്ള ആളാണ്. അലുമിനിയവും തേർഡ് പീരീഡിലുള്ള ആളാണ്. കാർബണും ഓക്സിജനും സെക്കൻഡ് പീരീഡിലുള്ള ആളാണ്. അപ്പോൾ സെക്കൻഡ് പീരീഡിലുള്ള ആൾക്കാരും തേർഡ് പീരീഡിലുള്ള ആൾക്കാരെ നോക്കുമ്പം തേർഡ് പീരീഡിലുള്ള ആൾക്കാർക്ക് സെക്കൻഡ് പീരീഡിലുള്ള ആൾക്കാരെക്കാട്ടിലും സൈസ് കൂടുതലാണ്. അതിൽ തന്നെ മഗ്നീഷ്യം കഴിഞ്ഞിട്ടാണ് അലുമിനിയം. മഗ്നീഷ്യത്തിൻ്റെ റൈറ്റ് സൈഡിൽ അലുമിനിയം, സോ അലുമിനിയത്തിൻ്റെ സൈസ് കുറവായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ കാർബൺ വരും, കാർബൺ കഴിഞ്ഞിട്ട് ഓക്സിജൻ വരും. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ളൊരു ഓർഡർ തന്നെ തന്നിരിക്കുന്നത്. ഇൻകറക്റ്റ് ഡിക്രീസിങ് ഓർഡർ നോക്കുമ്പോൾ സെക്കൻഡ് ഓപ്ഷനിൽ അലുമിനിയം, ബോറോൺ, നൈട്രജൻ, ഫ്ലോറിൻ. അലുമിനിയത്തിന് മേലെയാണ് ബോറോൺ കിടക്കുന്നത്. സോ അലുമിനിയത്തിനെക്കാട്ടിലും സൈസ് കുറവാണ് ബോറോണിന്. ബോറോണിൻ്റെ റൈറ്റ് സൈഡിലാണ് നൈട്രജൻ, നൈട്രജൻ്റെ റൈറ്റ് സൈഡിലാണ് ഫ്ലോറിൻ. അപ്പോൾ സൈസ് കുറഞ്ഞു പോവുക തന്നെയാണ്. അപ്പോൾ അതും ശരി തന്നെയാണ്. പക്ഷേ തേർഡ് ഓപ്ഷൻ നോക്കി, ബെർലിയം, മഗ്നീഷ്യം. ബെർലിയം എന്ന് പറയുന്നയാൾ സെക്കൻഡ് പീരീഡിൽ കിടക്കുന്നയാളല്ലേ. സെക്കൻഡ് പീരീഡിൽ കിടക്കുന്നയാൾക്ക്, അതായത് ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം. സെക്കൻഡ് പീരീഡിൽ കിടക്കുന്ന ബെർലിയത്തിന് തേർഡ് പീരീഡിൽ കിടക്കുന്ന മഗ്നീഷ്യത്തെക്കാളുള്ള സൈസ് കൂടുതൽ വരുമോ? ഒരിക്കലും സൈസ് അങ്ങനെ കൂടുതൽ വരത്തില്ല. വരുവാണെങ്കിൽ മഗ്നീഷ്യം കഴിഞ്ഞിട്ടേ ബെർലിയം വരത്തുള്ളൂ. മഗ്നീഷ്യം കഴിഞ്ഞേ ബെർലിയം വരത്തുള്ളൂ. സോ അതെന്തായാലും ഉറപ്പാണ്. അപ്പം മഗ്നീഷ്യം കഴിഞ്ഞായിരിക്കും ബെർലിയം വരുന്നത്. സോ തേർഡ് വിൽ ബി ദി ഇൻകറക്റ്റ് ഓർഡർ. ഇൻകറക്റ്റ് ഓർഡർ ആയിട്ട് തരുന്നത് തേർഡ് വൺ ആയിരിക്കും. അപ്പോൾ സിലിക്കണും ഫോസ്ഫറസും ക്ലോറിനും ഫ്ലൂറിനെ നോക്കുകയാണെങ്കിൽ സിലിക്കൺ എന്ന് പറയുന്ന ആൾ തേർഡ് പീരീഡ്, സിലിക്കൺ കഴിഞ്ഞിട്ടാണ് ഫോസ്ഫറസ് വരുന്നത്. അപ്പോൾ സിലിക്കണേക്കാളുള്ള സൈസ് ഫോസ്ഫറസിന് കുറവായിരിക്കും. ഫോസ്ഫറസ് കഴിഞ്ഞാണ് ക്ലോറിൻ വരുന്നത്. ക്ലോറിൻ്റെ മേലെയാണ് ഫ്ലൂറിൻ കിടക്കുന്നത്. അപ്പോൾ ഫ്ലൂറിന് ക്ലോറിനെക്കാട്ടിലും സൈസ് കുറവായിരിക്കും. സോ അങ്ങനെയെങ്കിൽ ഓപ്ഷൻ 3 ആണ് ഇവിടെ ഇൻകറക്റ്റ് ഡിക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് റേഡിയ എന്ന് പറയുന്നത്. അതിൽ സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 52, ക്വസ്റ്റ്യൻ നമ്പർ 52. ഒരു സ്റ്റേറ്റ്മെൻറ്റ് 1, സ്റ്റേറ്റ്മെൻറ്റ് 2 ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ആയിട്ട് തന്നിരിക്കുന്നത് ഇൻ ദി ഓക്സാലിക് ആസിഡ് വേഴ്സസ് KMnO4 in presence of dilute sulfuric acid titration, the solution needs to be heated initially to 60 degrees Celsius, but not heating is required in the ferrous ammonium sulfate versus KMnO4 titration in presence of dilute sulfuric acid. അപ്പോൾ അത് വളരെ കറക്റ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്. അതിൽ സംശയം, അത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആണ്. കാരണം ഓക്സാലിക് ആസിഡ് KMnO4ൻ്റെ അസിഡിക് മീഡിയയിൽ ടൈട്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സൊല്യൂഷൻ ഒരു 60 ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കണം. എന്തിനാണെന്ന് വെച്ചാൽ ചൂടാക്കുന്ന സമയത്ത് മാംഗനീസ് എന്ന് പറയുന്ന ആൾ, മാംഗനീസ് MnSO4 ആയിട്ട് കൺവേർട്ടഡ് ആവും. MnSO4 ഫോർമേഷൻ നടക്കും. അപ്പോൾ ആ MnSO4 ഫോർമേഷൻ നടക്കുന്ന സമയത്ത് ആ MnSO4, അതായത് KMnO4ൽ നിന്ന് MnSO4 ഫോം ചെയ്യും. ആ MnSO4 ഈ റിയാക്ഷനിൽ ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. കാറ്റലിസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്ത് ഈ റിയാക്ഷൻ കുറച്ചുകൂടെ പെട്ടെന്ന് നടത്താനായിട്ട് സഹായിക്കും. കുറച്ചുകൂടെ പെട്ടെന്ന് നടത്താനായിട്ട് ഓക്സാലിക് ആസിഡ് KMnO4ൻ്റെ കേസിൽ ചൂടാക്കുന്ന സമയത്ത് MnSO4 ഫോർമേഷൻ നടക്കും. ദാറ്റ് MnSO4 വിൽ കാറ്റലൈസ് ദ ഫർദർ റിയാക്ഷൻ. സോ അതിനെ കാറ്റലൈസ് ചെയ്യാനായിട്ട് MnSO4നെ കൊണ്ട് പറ്റും എന്നുള്ളതൊരു സത്യമാണ്. സോ ദാറ്റ്സ് വൈ നമ്മൾ ചൂടാക്കുന്നത് ആരെ ചെയ്യുമ്പോൾ, ഓക്സാലിക് ആസിഡ് KMnO4നെ ചെയ്യുമ്പോൾ. ആൻഡ് രണ്ടാമത് ഫെറസ് അമോണിയം സൾഫേറ്റിനെ ചെയ്യുന്ന സമയത്ത്, ഫെറസ് അമോണിയം സൾഫേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മോർസോൾട്ടിനെ കുറിച്ചാണ് പറയുന്നത്. സോ ഫെറസ് അമോണിയം സൾഫേറ്റിനെ ചെയ്യുന്ന സമയത്ത് നോ ഹീറ്റിംഗ് ഈസ് റിക്വയർഡ്. നോ ഹീറ്റിംഗ് ഈസ് റിക്വയർഡ്. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൂടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫെറസിന് എയറിൻ്റെ പ്രസൻസിൽ, നമുക്ക് ശരിക്കും ഫെറസിനെ ഫെറിക്കാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. പക്ഷേ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാലത്തെ പ്രശ്നം, അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജൻ ആയിരിക്കും ഈ ഓക്സിഡേഷൻ നടത്തിക്കാൻ പോകുന്നത്. ഹോട്ടായിട്ടിരിക്കുമ്പം അറ്റ്മോസ്ഫിയറിലെ ഓക്സിജൻ ഫെറസിൻ്റെ ഓക്സിഡേഷൻ നടത്തിക്കും. ഓക്കെ, ഫെറസിൻ്റെ ഓക്സിഡേഷൻ നടത്തിക്കും. അതുകൊണ്ട് തന്നെ ഓക്സാലിക് ആസിഡ് KMnO4 ടൈട്രേഷൻ ചെയ്യുമ്പം ചൂടാക്കുന്നത് നല്ലതും, എന്നാൽ മോർസോൾട്ട് അല്ലെങ്കിൽ ഫെറസ് അമോണിയം സൾഫേറ്റ് KMnO4 ടൈട്രേഷൻ ചെയ്യുമ്പോൾ ചൂടാക്കാതെയും ഇരിക്കണം. കാരണം ചൂടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഓക്സിഡേഷൻ അല്ല ഇവിടെ നടക്കുന്നത്, എയറുമായിട്ടുള്ള ഓക്സിഡേഷൻ ആയിരിക്കും ഫെറസിന് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 ഒന്ന് നോക്കാം.
In oxalic acid versus KMnO4 titration, the initial formation of MnSO4 takes place at high temperature. Yes, that's correct. Initial formation of MnSO4 takes place at high temperature, which then act as a catalyst for the further reaction. അപ്പോൾ അത് ശരിയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പറഞ്ഞതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ കൂടി അവർ പറഞ്ഞിരിക്കുന്നത്. In the case of ferrous ammonium sulfate versus KMnO4, heating oxidizes this Fe2 plus into Fe3 plus by the oxygen of the air, and error may be introduced in the experiment. അപ്പോൾ അത് രണ്ടും കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1ഉം കറക്റ്റാണ്, സ്റ്റേറ്റ്മെൻറ്റ് 2ഉം കറക്റ്റാണ്. സോ ബോത്ത് 1 and 2 ആർ കറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1ഉം കറക്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് 2ഉം കറക്റ്റ്. 1 and 2 ആർ both 1 and 2 are true. So option 2 വരും. ഓപ്ഷൻ 2 both 1 and 2 are correct. So 52nd question ഓപ്ഷൻ 2 വരും. നമുക്ക് 53rd question ഒന്ന് കണ്ടു നോക്കാം. 53rd question നോക്കാം. സോ ലിസ്റ്റ് 1, ലിസ്റ്റ് 2. ലിസ്റ്റ് 1ൽ റിഡോക്സ് റിയാക്ഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലിസ്റ്റ് 2ൽ ടൈപ്പ് ഓഫ് ദി റിഡോക്സ് റിയാക്ഷനെ ചോദിച്ചിരിക്കും. ആദ്യത്തേത് കമ്പഷൻ ഓഫ് മീഥൈനാണ് തന്നിരിക്കുന്നത്. നമുക്ക് കമ്പഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സിനെ നമുക്ക് എല്ലാം കോമ്പിനേഷൻ റിയാക്ഷനകത്ത് പെടുത്താവുന്ന സാധനമാണ്. മീഥൈൻ്റെ കമ്പഷൻ തന്നിരിക്കുന്നു. ആ മീഥൈൻ കമ്പഷൻ റിയാക്ഷൻസ് നമുക്ക് കോമ്പിനേഷൻ റിയാക്ഷൻസിനകത്ത് പെടുത്താവുന്ന സാധനമാണ്. സോ അപ്പുറത്തെ സൈഡിൽ കോമ്പിനേഷനോ കമ്പഷനോ ഉണ്ടോ നോക്കുകയാണെങ്കിൽ കോമ്പിനേഷൻ കിടപ്പുണ്ട്. അങ്ങനെയെങ്കിൽ എയ്ക്ക് മാച്ചിങ് ആയിട്ട് 2 വരും. ആൻഡ് സോഡിയം ഹൈഡ്രൈഡ് ഹീറ്റ് ചെയ്ത സമയത്ത് സോഡിയവും ഹൈഡ്രജനുമായിട്ട് മാറി. അപ്പോൾ ഒരു കോമ്പൗണ്ട് 2 ചെറിയ കോമ്പൗണ്ടുകൾ അതിനകത്തെ കോൺസ്റ്റിറ്റ്യൂവൻറ്റുകളായിട്ട് മാറുന്ന റിയാക്ഷൻസിന് നമുക്ക് ഡീകമ്പോസിഷൻ റിയാക്ഷനായിട്ട് പറയാം. ഒരു സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ അതിനകത്തെ കോൺസ്റ്റിറ്റ്യൂവൻ്റായിട്ട് ഡീകമ്പോസ് ചെയ്യുന്നതിനെ നമുക്ക്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സ് ആയിട്ട് മാറുന്നതിനെ നമുക്ക് ഡീകമ്പോസിഷൻ റിയാക്ഷനായിട്ട് പറയാം. സോ ബി കറസ്പോണ്ട്സ് വിത്ത് ഡീകമ്പോസിഷൻ റിയാക്ഷൻ ത്രൂ ബി. അപ്പം 3 ആയിട്ട് വരും. ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 3 വരും. ആൻഡ് സി എന്ന് പറഞ്ഞാൽ വനേഡിയം പെൻഡോക്സൈഡിനെ കാൽഷ്യം മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യിച്ചപ്പോൾ കാൽഷ്യം വനേഡിയത്തിനെ ഡിസ്പ്ലേസ് ചെയ്തു. അതായത് വനേഡിയം പെൻഡോക്സൈഡും കാൽഷ്യവുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ കാൽഷ്യം വന്ന് വനേഡിയത്തിനെ ഡിസ്പ്ലേസ് ചെയ്തു. അപ്പോൾ ഇതൊരു സിംഗിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ്. സോ സി എന്ന് പറയുന്നത് 4 ആയിട്ട് എടുക്കാം. സിക്ക് മാച്ചിങ് ആയിട്ട് 4 ആയിട്ട് എടുക്കാം. ആൻഡ് ഹൈഡ്രജൻ പെറോക്സൈഡിനെ ഹീറ്റ് ചെയ്തപ്പം അത് വാട്ടറും ഓക്സിജനുമായിട്ട് മാറി. അതിലേക്ക് നിങ്ങൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഓക്സിജൻ ഇനിഷ്യലി ഉണ്ടായിരുന്ന ഹൈഡ്രജൻ പെറോക്സൈഡിനകത്തെ ഞാനൊന്ന് റീറൈറ്റ് ചെയ്യാം. ഹൈഡ്രജൻ പെറോക്സൈഡ് അക്വസ് ആയിരുന്നു. അത് വാട്ടറും ഹൈഡ്രജൻ ഗ്യാസുമായിട്ട് മാറി. ലിക്വിഡ് വാട്ടറും ഓക്സിജൻ ഗ്യാസുമായിട്ട് മാറി. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡിലെ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആയിരുന്നു. അത് വാട്ടർ ആകുന്ന സമയത്ത് അത് -2ലേക്ക് പോകും. അതേ -1ലിരുന്ന ഓക്സിജൻ ഗ്യാസായിട്ട് മാറുമ്പോൾ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് പോകും. നോക്കി, അതായത് -1ൽ നിന്ന് -2ൽ പോയപ്പോൾ റിഡക്ഷനും -1ൽ നിന്ന് 0യിലേക്ക് വന്നപ്പോൾ ഓക്സിഡേഷനും അല്ലേ സംഭവിച്ചിരിക്കുന്നത്. സോ -1 to -2 ആകുമ്പോൾ റിഡക്ഷൻ, -1 to 0 ആകുമ്പോൾ ഓക്സിഡേഷൻ. ഒരേ സ്പീഷ്യസിന് ഓക്സിഡേഷനും റിഡക്ഷനും സംഭവിച്ചു. സോ ഒരേ സ്പീഷ്യസിന് ഓക്സിഡേഷൻ റിഡക്ഷൻ സംഭവിക്കുന്ന റിയാക്ഷൻസിനെ എനിക്ക് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷനായിട്ട് പറയാം. ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. സോ കോമ്പൗണ്ട് ഓപ്ഷൻ ഡിക്ക് മാച്ചിങ് ആയിട്ട് വരുന്ന ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ 1 മാച്ചിങ് ആയിട്ട് വരും. സോ 2, 3, 4, 1 വരും. 2, 3, 4, 1. 2, 3, 4, 1 വരും. സോ ഓപ്ഷൻ 1 വരും. ഓപ്ഷൻ 1. 2, 3, 4, 1. ഓപ്ഷൻ 1 വരും. യെസ്, 2, 3, 4, 1. യെസ്, ഓപ്ഷൻ 1 വരും. 53rd ക്വസ്റ്റ്യൻ ഓപ്ഷൻ 1 വരും. നമുക്ക് 54th ക്വസ്റ്റ്യൻ ഒന്ന് കണ്ടു നോക്കാം. Given below are 2 statements. A compound has been provided. ഒരു ടേർഷ്യറി അമീനെ തന്നിട്ടുണ്ട്. ഹോപ്പ് യു ക്യാൻ സീ ദിസ്. ഒരു ടേർഷ്യറി അമീനെ തന്നിട്ടുണ്ട്. The tertiary amine will undergo alkaline hydrolysis at a faster rate than this just a chloroalkane. അപ്പോൾ നേരാണോ നോക്കാം. ഈ നൈട്രജൻ 2 ഈഥൈൽ ഗ്രൂപ്പൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെ ഒരു CH2Cl ഇരിപ്പുണ്ട്. Cl. അപ്പോൾ ഈ ആൽക്കലൈൻ മീഡിയയിൽ ഹൈഡ്രോളിസിസ് പെട്ടെന്ന് നടക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ ആൽക്കലൈൻ മീഡിയയിൽ നൈട്രജൻ ലൂയിസ് ബേസിക് ക്യാരക്ടർ കാണിക്കുന്നയാളാണ്. സോ ലൂയിസ് ബേസ് ആയിട്ടുള്ള നൈട്രജൻ ഒരു ഇൻട്രാമോളിക്കുലാർ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ കാണിക്കും. സോ ഇൻട്രാമോളിക്കുലാർ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നു കഴിയുമ്പോഴേക്കും എനിക്കൊരു സൈക്ലിക് ആയിട്ടുള്ള ഇൻ്റർമീഡിയറ്റ് കാറ്റയോണിനെ കിട്ടും. അവിടെ നൈട്രജൻ്റെ ലോൺ പെയർ യൂസ് ചെയ്തുകൊണ്ട് നൈട്രജൻ്റെ മേലെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. ആ പോസിറ്റീവ് ചാർജ് നിൽക്കുന്ന നൈട്രജൻ കുറച്ച് കഴിയുമ്പം അവിടുത്തെ സിഗ്മ ബോണ്ടഡ് ഇലക്ട്രോൺസിനെ തിരിച്ചു പിടിക്കുമ്പോൾ ഈ കാർബൺ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആവും.
ആ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് കാർബണിലേക്ക് നമ്മുടെ OH മൈനസ് ഒരു ബാക്ക് സൈഡ് അറ്റാക്ക് നടത്തി ഇവിടെ ET NET സിഗ്മ ബോണ്ട് CH2 OH ആയിട്ട് മാറും OH. പക്ഷേ ഈ ET ട്വൈസ് CH2 Clൻ്റെ കേസിൽ അങ്ങനൊരു ഇൻട്രാമോളിക്യുലാർ ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് നടക്കാൻ സാധ്യതയില്ല. കാരണം ഈ കാർബൺ ഡൈയിൽ ന്യൂക്ലിയോഫൈലോ ഒന്നുമില്ല, അല്ലെങ്കിൽ ലോൺ പെയർ ഒന്നുമില്ല, ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ അതുകൊണ്ടൊരു ഇൻട്രാമോളിക്യുലാർ അറ്റാക്കിന് സാധ്യതയില്ല. സോ അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞിരിക്കുന്നത് കറക്റ്റാണ്. ആ ഇൻട്രാമോളിക്യുലർ അറ്റാക്ക് ഈ റിയാക്ഷനെ കുറച്ചുകൂടെ സ്പീഡപ്പ് ആക്കും. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 2 എന്നാ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. തന്നിരിക്കുന്ന കോമ്പൗണ്ട് ഇൻട്രാമോളിക്യുലർ സബ്സ്റ്റിറ്റ്യൂഷൻ ടേക്സ് പ്ലേസ് ഫസ്റ്റ് ബൈ ഇൻവോൾവിംഗ് ദ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഓൺ നൈട്രജൻ. ശരിയാണ് പറയുന്നത് അല്ലേ? ഒരു ഇൻട്രാമോളിക്യുലർ സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നിട്ടുണ്ട്, അതിനുശേഷമാണ് OH മൈനസ് അറ്റാക്ക് നടന്നിരിക്കുന്നത്. അവർ ഇൻട്രാമോളിക്യുലർ സബ്സ്റ്റിറ്റ്യൂഷനാണ് ഇതിന് കാരണം എന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ശരിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റാണ്. സോ ബോത്ത് 1 and 2 are correct. സോ ഓപ്ഷൻ 1 and 2 are correct. 3 വരും, ഓപ്ഷൻ 3 വരും കറക്റ്റ് ആൻസർ ആയിട്ട്. ഓപ്ഷൻ 3 വരും. 54th question, option 3. Both statements are true. Let's see the 55th question. A weak acid HA has a degree of dissociation X. Which option gives the correct expression of pH minus pK? pH equal to അല്ല, pH minus pK. pH minus pK യുടെ കറക്റ്റ് എക്സ്പ്രഷൻ തരുന്നത് ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഡേറ്റ അനുസരിച്ച് ഒരു HA ഒരു വീക്ക് ആസിഡ് ആണ്, അത് ചെറുതായിട്ട് ഡിസോസിയേറ്റ് ചെയ്ത് H+ഉം A- ആയിട്ട് മാറി. അപ്പോൾ നമുക്കതിലേക്ക് ഇനിഷ്യൽ ചേഞ്ച് ഇക്വിലിബ്രിയം മെത്തേഡ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇനിഷ്യൽ ഈ സാധനത്തിനകത്ത് HA എന്ന് പറയുന്നത് C മോൾസ് ഉണ്ടായിരുന്നതെങ്കിൽ H+ഉം A- ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പം C മോൾസ് ഓഫ് HA ഉണ്ടായിരുന്നതിൽ അവരുടെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ X ആണെന്ന് പറയുന്നുണ്ട്. ഒരു മോളിൽ നിന്നും ഡിസോസിയേറ്റ് ചെയ്യുന്നതാണ് X മോൾസ്. അപ്പോൾ C മോൾസിൽ നിന്നും ഡിസോസിയേറ്റ് ചെയ്യുന്നത് CX മോൾസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ CX വരും, ഇവിടെയും CX വരും. ആൻഡ് ഇക്വിലിബ്രിയയിൽ ബാക്കി കാണുന്നത് C - CX, ഇവിടെ CX ബാക്കി കാണും. അപ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ പ്രകാരം KA എഴുതി നോക്കുവാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A- ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് HA എന്ന് വരും. H+ അയൺ കോൺസെൻട്രേഷൻ ഇപ്പോൾ എഴുതിയിരിക്കുന്ന എക്സ്പ്രഷൻ പ്രകാരം CX ആണ്. CX ഇൻറ്റു A- CX ആണ് ഡിവൈഡഡ് ബൈ C ഇൻറ്റു 1 - X ആണ് നമ്മുടെ HAയുടെ കോൺസെൻട്രേഷൻ, C ഇൻറ്റു 1 - X. അപ്പോൾ അതിൽ കോമൺ ടേം ആയിട്ടുള്ള ഒരു സിയും ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കിയുള്ളത് CX ഇൻറ്റു X ഡിവൈഡഡ് ബൈ 1 - X ആണ്. ഇതിൽ CX ശരിക്കും H+ അയൺ കോൺസെൻട്രേഷനെ കാണിക്കുന്ന ടേമാണ്. ഈ CX എന്ന് പറഞ്ഞാൽ H+ അയൺ കോൺസെൻട്രേഷനെ കാണിക്കുന്ന ടേമാണ്. അപ്പോൾ ഞാൻ അതിനെ അങ്ങനെ തന്നെ എഴുതി. KA ഈക്വൽ ടു H+ ion concentration into X divided by 1 - X. ഇതിലേക്ക് എന്നിട്ട് ഞാൻ നെഗറ്റീവ് ലോഗരിതം അപ്ലൈ ചെയ്തു. അപ്പം നെഗറ്റീവ് ലോഗരിതം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവ് ലോഗരിതം KA ഈക്വൽ ടു നെഗറ്റീവ് ലോഗരിതം ഓഫ് H+ ion concentration into X divided by 1 - X എന്ന് വരും. ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. സോ ദിസ് ഇസ് log A into B ആണ്. log A into B ആകുമ്പോഴേക്കും എനിക്ക് log A പ്ലസ് log B എന്ന് എഴുതുന്നതിന് കുഴപ്പമില്ലല്ലോ. log A പ്ലസ് log B എന്ന് എഴുതുന്നതിന് കുഴപ്പമില്ല. നെഗറ്റീവ് ലോഗരിതം കോമൺ ആയതുകൊണ്ട് നെഗറ്റീവ് ലോഗരിതം അപ്ലൈ ചെയ്തു. അപ്പോൾ ദിസ് ഇസ് നെഗറ്റീവ് ലോഗരിതം KA can be considered as pKa and negative logarithm of H+ will be pH. So pKa equal to pH minus logarithm of X divided by 1 - X. ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. ക്വസ്റ്റ്യൻ അത് ചോദിച്ചിരിക്കുന്നത് വാട്ട് വുഡ് ബി ദി എക്സ്പ്രഷൻ ഓഫ് PH - pK ആണ്. PH - pK എത്ര വരും? സോ PH അവിടെ നിർത്തിയിട്ട് PKനെ അപ്പുറേക്ക് കൊണ്ടുപോകാം. സോ PH - pKa വിൽ ബി ഈക്വൽ ടു, അപ്പം നെഗറ്റീവ് ലോഗരിതം X by 1 - X ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരും. സോ log X by 1 - X ഇതായിരിക്കും. PH - pKയുടെ എക്സ്പ്രഷൻ log X divided by 1 - X വരും. log X divided by 1 - X. So let's see our options. Log X divided by 1 - X. Question number 55. Fourth option.
This is the whole expression. So നമുക്ക് 56th ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോയി നോക്കാം. 56th question. Consider n is the number of lone pairs of electron present in equatorial position of the most stable structure of CF3. അപ്പോൾ CF3യുടെ സ്ട്രക്ചർ ഒന്ന് വരച്ച് നോക്കാം. നമുക്ക് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി വെച്ചിട്ടൊന്ന് വരച്ച് നോക്കാം. ക്ലോറിൻ എന്ന് പറയുന്നത് 17th ഗ്രൂപ്പ് എലമെൻറ്റ്. സോ 7 വാലൻസ് ഷെൽ ഇലക്ട്രോൺസ് കാണും. 7 വാലൻസ് ഷെൽ ഇലക്ട്രോൺസ്. വാലൻസ് ഷെൽ ഇലക്ട്രോൺസിൽ ഒരെണ്ണം ഫ്ലൂറിനുമായിട്ട് അക്കോമഡേറ്റ് ചെയ്തു, അടുത്തത് ഫ്ലൂറിനുമായിട്ട് അക്കോമഡേറ്റ് ചെയ്തു, മൂന്നാമത്തേതും ഫ്ലൂറിനുമായിട്ട് അക്കോമഡേറ്റ് ചെയ്തു. കാരണം ഫ്ലൂറിൻ മോണോവാലൻ്റ് ആണ്. ബാക്കിയുള്ള 4 ഇലക്ട്രോൺസ് 2 ലോൺ പെയർ ആയിട്ട് അപ്പിയർ ചെയ്യും. 2 ലോൺ പെയർ ആയിട്ട് അപ്പിയർ ചെയ്യും. അപ്പോൾ ക്ലോറിൻ്റെ ചുറ്റും 5 ഇലക്ട്രോൺ പെയേഴ്സ് വരും. 5 ഇലക്ട്രോൺ പെയേഴ്സുകളെ മോസ്റ്റ് സ്റ്റേബിളായിട്ട് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ജോമെട്രി എന്ന് പറയുന്നത് ട്രയഗണൽ ബൈ പിരമിഡൽ ആയിരിക്കും. ട്രയഗണൽ ഇലക്ട്രോൺ ജോമെട്രി ട്രയഗണൽ ബൈ പിരമിഡൽ ആയിരിക്കും. സോ അതിൻ്റെ ആക്ച്വൽ പൊസിഷനിൽ 2 ഫ്ലൂറിൻ, ഇക്വറ്റോറിയൽ പൊസിഷനിൽ ഒരു ഫ്ലൂറിനും ബാക്കി 2 ഇക്വറ്റോറിയൽ പൊസിഷനിൽ 2 ലോൺ പെയറും ഇരിക്കും. അതാണ് ബെൻസ് റൂൾ പറയുന്നത്, ബെൻസ് റൂൾ. ഓക്കെ, സോ അങ്ങനെയെങ്കിൽ ഈ 2 ലോൺ പെയർസ് ആണ് എൻ്റെ ഇക്വറ്റോറിയൽ പൊസിഷനിലുള്ളത്. അപ്പോൾ ക്വസ്റ്റിനകത്ത് n ഈസ് ദ നമ്പർ ഓഫ് ലോൺ pair of electrons present in the equatorial position of the most stable structure of ClF3. So the value of n will be nothing but 2. 2 ആയിരിക്കും n-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. So the question, the ions from the following with n number of unpaired electrons are. So V3+ എന്ന് പറയുമ്പോഴേക്കും വനേഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് ശരിക്കും വനേഡിയം എന്ന സ്കാൻഡിയം ടൈറ്റേനിയം വനേഡിയം D3s2 കോൺഫിഗറേഷനാണ് വരുന്നത്. D3s2 കോൺഫിഗറേഷൻ വരും. അതിനെ V3+ ആക്കുമ്പോഴേക്കും എസ്സിലെ 2 ഇലക്ട്രോൺസും പോവും, ഡിയിലെ 1 ഇലക്ട്രോണും പോകുമ്പോഴേക്കും 3d2 ആയി. സോ 2 അൺപെയ്ഡ് ഇലക്ട്രോൺസ് കാണും. ഡി ഓർബിറ്റലിനകത്ത് 2 അൺപെയ്ഡ് ഇലക്ട്രോൺസ് കാണും. സോ ഇതിനകത്ത് 2 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. ആൻഡ് ടൈറ്റേനിയം 3+, സ്കാൻഡിയം ടൈറ്റേനിയം വരുമ്പോഴേക്കും D2s2 വരും. അവിടെ നിന്നും ടൈറ്റേനിയം 3+ ആയി കഴിയുമ്പോഴേക്കും 3 ഇലക്ട്രോൺസിനെ കളഞ്ഞ് D1 കോൺഫിഗറേഷൻ വരും. D1 കോൺഫിഗറേഷൻ ആകുമ്പോഴേക്കും ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ അല്ലേ കാണത്തുള്ളൂ, ഒരു അൺപെയ്ഡ് ഇലക്ട്രോണേ കാണത്തുള്ളൂ. സോ ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ. Cu2+ എന്ന് പറയുമ്പോഴേക്കും കോപ്പർ എന്ന് പറയുന്നയാൾ D10s1 കോൺഫിഗറേഷൻ ഉള്ള ആളാണ്. D10s1 കോൺഫിഗറേഷൻ നമുക്കറിയാം. അതായത് എക്സ്ചേഞ്ച് എനർജി കൂട്ടി സ്റ്റെബിലിറ്റി ഒക്കെ കൂടാനായിട്ട് എസ്സിനകത്തെ ഒരു ഇലക്ട്രോണെ ഡിയിലേക്ക് വാങ്ങിച്ച് D10s1 കോൺഫിഗറേഷൻ നിർത്തി. D10s1 കോൺഫിഗറേഷന് നിൽക്കുമ്പോഴേക്കും കോപ്പർ 2+ ആയി കഴിയുമ്പം കോപ്പർ 2+ ആവുകയാണെങ്കിൽ അതിൻ്റെ കോൺഫിഗറേഷൻ വരുന്നത് 3d9 ആണ്. 3d9 ആകുന്ന സമയത്തെ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് നോക്കുവാണെങ്കിൽ ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ അല്ലേ കാണത്തുള്ളൂ. D9 കോൺഫിഗറേഷനിൽ ഒരു അൺപെയ്ഡ് ഇലക്ട്രോണേ കാണത്തുള്ളൂ, ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ. ആൻഡ് നിക്കൽ 2+ എന്ന് പറയുമ്പോൾ നമുക്കറിയാം D8 കോൺഫിഗറേഷൻ ഉള്ള ആളാണ് നിക്കൽ എന്ന് പറയുന്ന ആൾ. നിക്കൽ D8 കോൺഫിഗറേഷൻ ഉള്ള ആളാണ്. സോ 3d8s2 കോൺഫിഗറേഷൻ, 3d8 4s2. അവിടെ നിന്നും 2 ഇലക്ട്രോൺസ് പോയി, Ni2+ ആകുമ്പോഴേക്കും 3d8 കോൺഫിഗറേഷൻ വരുമ്പോഴേക്കും 8 ഇലക്ട്രോൺസ് 1 2 3 4 5 6 7 8 ഇലക്ട്രോൺസ് വരുമ്പോഴേക്കും 2 അൺപെയ്ഡ് ഇലക്ട്രോൺസ് അവിടെയുണ്ട്. അപ്പം നിക്കൽ 2+ൻ്റെ കേസിൽ 2 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്. ആൻഡ് ടൈറ്റേനിയം ബൈവാലൻ്റ് ആണെങ്കിൽ ടൈറ്റേനിയത്തിൻ്റെ കോൺഫിഗറേഷൻ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. സോ ടൈറ്റേനിയം 2+ വരുമ്പോഴേക്കും 3d2 വരും. 3d2 ആവുന്ന സമയത്ത് 2 അൺപെയ്ഡ് ഇലക്ട്രോൺസ് കാണും. 3d2 ആവുന്ന സമയത്ത് 2 അൺപെയ്ഡ് ഇലക്ട്രോൺസ്. സോ ക്വസ്റ്റ്യൻ അത് തന്നെയാണ്. നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് എന്നിനോട് ഈക്വൽ ആയിട്ടുള്ള എത്ര പേരുണ്ടെന്ന്. എന്നിൻ്റെ വാല്യൂ 2. അപ്പോൾ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് 2 ആയിട്ടുള്ളത് വനേഡിയം ഉണ്ട്, വനേഡിയം 3+ ഉണ്ട്, നിക്കൽ 2+ ഉണ്ട്, ആൻഡ് ടൈറ്റേനിയം 2+ ഉണ്ട്. സോ ADE ഉണ്ട്, ADE. സോ കറക്റ്റ് ഓപ്ഷൻ വിൽ ബി ഓപ്ഷൻ 2, ADE വരും. ADE 56th ക്വസ്റ്റ്യൻ ഓപ്ഷൻ 2 വരും. 57th ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. 57th ക്വസ്റ്റ്യൻ കെമിക്കൽ കൈനറ്റിക്സിൽ നിന്നുള്ള നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഹാഫ് ലൈഫ് ഒക്കെ ബന്ധപ്പെടുത്തിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ എയുടെ ഇനിഷ്യൽ കോൺസെൻട്രേഷനും ഹാഫ് ലൈഫും തന്നിട്ടുണ്ട്. 2 ഇനിഷ്യൽ കോൺസെൻട്രേഷൻസും 2 ഹാഫ് ലൈഫും തന്നിട്ടുണ്ട്. സോ ദ ടേബിൾ ഇറ്റ് സെൽഫ് പോയിൻറ്റ്സ് ഔട്ട് ദാറ്റ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ മാറിയപ്പം ഹാഫ് ലൈഫ് മാറി. സോ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി നോട്ട് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. കാരണം ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസിൻ്റെ ഹാഫ് ലൈഫ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ഇനിഷ്യൽ കോൺസെൻട്രേഷനാണ്. അപ്പോൾ ഇവിടെ ഇനിഷ്യൽ കോൺസെൻട്രേഷനെ ഹാഫ് ലൈഫ് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ഇത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ അല്ല. ഇറ്റ് ഈസ് എവിഡൻറ്റ്. So for a given reaction R giving P, T half is related to A0 as given in the table. So given value log 2
0.30 തന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ഈസ് ഹാഫ്. അപ്പോൾ ഹാഫ് ആണെന്ന് അറിയണമെങ്കിൽ നമുക്ക് ആദ്യം റിയാക്ഷൻ്റെ ഓർഡർ കണ്ടുപിടിക്കണം. സോ ഹാഫ് ലൈഫും ഇനിഷ്യൽ കോൺസെൻട്രേഷനും കൂടെ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ടി ഹാഫ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇനിഷ്യൽ കോൺസെൻട്രേഷൻ റേസ് ടു n-1 എന്നൊരു ഇക്വേഷൻ ഉണ്ട്, n-1. ആൻഡ് ദിസ് ഇക്വേഷൻ ഈസ് ആപ്ലിക്കബിൾ, നോട്ട് ആപ്ലിക്കബിൾ ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഇക്വേഷൻ ആപ്ലിക്കബിൾ അല്ല, കാരണം ഇനിഷ്യൽ കോൺസെൻട്രേഷൻ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. 0 ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡറിനൊക്കെ ഇത് ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ നമുക്ക് ആ കോൺസെൻട്രേഷൻ റേഷ്യോസ് ഒക്കെ ഒന്ന് നോക്കാം. ഹാഫ് ലൈഫ് 200 ആയിരിക്കുന്ന സമയത്ത് 200 will be equal to k, ഏതോ ഒരു കോൺസ്റ്റൻറ്റ് k ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ 0.10 റേസ് ടു n-1 വരും. ഹാഫ് ലൈഫ് 100 മിനിറ്റ് ആയിരിക്കുന്ന സമയത്ത് ദ സെയിം കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ ദി ഇനിഷ്യൽ കോൺസെൻട്രേഷൻ 0.025 റേസ് ടു n-1 വരും. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ റേഷ്യോസ് എടുക്കാം. സോ ഇതിന് ഇക്വേഷൻ നമ്പർ 1 ആയിട്ടും ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 2 ആയിട്ടും വെച്ച് കഴിഞ്ഞാൽ 1/2 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 200 ഡിവൈഡഡ് ബൈ 100 will be equal to 200 by 100 will be equal to kയും കട്ടായി പോയിട്ട് 0.025 divided by 0.100 the whole raised to n-1 എന്ന് കിട്ടും, n-1. സോ അങ്ങനെയെങ്കിൽ 200 by 100 എന്ന് പറയുമ്പം 2 will be equal to 0.25 raised to n-1 എന്ന് വരും, n-1. അപ്പം പവറാണ് ഇത്, ഒരു തരത്തിലും ക്യാൻസൽ ആയി പോകത്തോണ്ട് നമുക്ക് ലോഗരിതം എടുക്കാം. സോ ലോഗരിതം ഓഫ് 2 വിൽ ബി ഈക്വൽ ടു ലോഗരിതം ഓഫ് 0.25 റേസ് ടു n-1 എന്ന് വരും. സോ ലോഗിൻ്റെ ഇത് ലോഗ് എ റേസ് ടു എം, സോ എം ലോഗ് എന്നാക്കാം, n-1 ലോഗ് 0.25. ആ 0.25നെ കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്കതിനെ n-1 ഇൻറ്റു ലോഗ് 25 ഇൻറ്റു 10 to the power -2 എന്നാക്കാം, n-1 ഇട്ടു. പക്ഷെ നമുക്ക് n-1ൻ്റെ എക്സ്പ്രഷൻ എഴുതാം. n-1 വിൽ ബി ഈക്വൽ ടു ലോഗ് 2ൻ്റെ വാല്യൂ. ലോഗ് 2ൻ്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്, 0.3 എന്ന് എടുത്താൽ മതി എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. സോ 0.3 ഡിവൈഡഡ് ബൈ ലോഗ് 25നെ അത് നമുക്ക് മൊത്തത്തിൽ സ്പ്ലിറ്റ് ചെയ്യാം. മൊത്തത്തിൽ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ലോഗ് 5 ഇൻറ്റു 10 റൈസ് ടു -2. സോ ലോഗ് 5 പ്ലസ് ലോഗ് 5 പ്ലസ് -2 എന്ന് വരും, -2. സോ 0.3 ഡിവൈഡഡ് ബൈ -2 പ്ലസ് 0.698 പ്ലസ് 0.698 എന്ന് വരും. അപ്പോൾ ഇത് ചെയ്ത് വരുമ്പോഴേക്കും വാല്യൂ ഏകദേശം കിട്ടുന്നത് 0.3 ഡിവൈഡഡ് ബൈ 0.69 നമുക്ക് 0.7 എന്നാക്കാം. 0.7 ആകുമ്പോഴേക്കും അത് 1.4 ആവും അല്ലേ, 1.4. സോ -2 പ്ലസ് 1.4 എന്ന് പറയുമ്പോഴേക്കും 0.3 ഡിവൈഡഡ് ബൈ 0.6 എന്ന് വരും. 0.3 ഡിവൈഡഡ് ബൈ 0.6 അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1/2. ദിസ് ഇസ് നെഗറ്റീവ് 0.6 ആവും. -2 പ്ലസ് 1.4 അല്ല, നെഗറ്റീവ് 0.6. സോ -1/2. സോ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അപ്പോൾ -1/2 പ്ലസ് 1/2 എന്ന് വരും. അപ്പോൾ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ഹാഫ് ആണ്. അപ്പോൾ നമുക്കിനി ഓപ്ഷൻസിലേക്ക് പോകാം. അപ്പോൾ ഈ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് മനസ്സിലായി അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഹാഫ് ആണെന്ന് പിടികിട്ടിയിട്ടുണ്ട്, ഹാഫ്. സോ അങ്ങനെയെങ്കിൽ ഓർഡർ 1/2 ആണ്. അപ്പം നമുക്ക് നോക്കാം. ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ഈസ് 1/2. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എ എന്ന് പറയുന്നത് കറക്റ്റാണ്, സ്റ്റേറ്റ്മെൻറ്റ് എ കറക്റ്റാണ്. ആൻഡ് ഇഫ് A0 ഈസ് 1 molar then the T half is 200 seconds. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് റബ്ബ് ചെയ്യുവാണേ. അപ്പോൾ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ 1 molar ആണെങ്കിൽ ഹാഫ് ലൈഫ് എത്രയായിരിക്കും എന്നാണ് ചോദിക്കും. അപ്പോൾ നമുക്ക് റേഷ്യോ എടുക്കാം. T half equal to K divided by ഏതോ ഒരു കോൺസ്റ്റൻറ്റ് K ആണ്, K divided by ഇനിഷ്യൽ കോൺസെൻട്രേഷൻ 1 റേസ് ടു n-1. അപ്പോൾ എന്നിൻ്റെ വാല്യൂ നമുക്കിപ്പോൾ അറിയാം, നമുക്കറിയാം ഹാഫ് -1 എന്നാണ് അറിയാം, ഹാഫ് -1. സോ അത് മേലോട്ട് വരുമ്പോഴേക്കും ഹാഫ് -1 -1/2 മേലോട്ട് വരുമ്പോഴേക്കും K എന്ന് തന്നെയാണ്, K ഇൻറ്റു 1 റേസ് ടു ഹാഫ് എന്നാവും. അതിൻ്റെ വാല്യൂ K തന്നെയായിരിക്കും, K. അപ്പോൾ T half ഇപ്പോൾ K ആയിട്ട് നിൽക്കുകയാണ്. നമുക്കിത് റേഷ്യോ എടുക്കാം. അപ്പോൾ ഇതിന് ഇക്വേഷൻ നമ്പർ 1 ആക്കി വെച്ചിട്ട് ഒരു 0.1 molar ആകുന്ന സമയത്തെ കാര്യം നോക്കാം. 0.1 molar. അപ്പോൾ T half 0.1 molar ആകുമ്പോഴത്തെ T half 200 minutes ആണ്.
200 will be equal to K divided by concentration 0.1 അല്ലെങ്കിൽ 0.100 raised to minus 1/2. നമുക്കിത് തമ്മിലുള്ള റേഷ്യോസ് എടുക്കാം. ഇത് ഇക്വേഷൻ നമ്പർ 2 ആക്കി വെച്ചിട്ട് ഇത് തമ്മിലുള്ള റേഷ്യോസ് എടുക്കുകയാണെങ്കിൽ ഇക്വേഷൻ 2/1 ചെയ്യുന്ന സമയത്ത് ഇക്വേഷൻ 2 divided by 1 ചെയ്യുന്ന സമയത്ത് 200 divided by T half will be equal to K divided by 0.1 raised to 1/2 multiplied by the reciprocal 1 raised to minus 1/2 divided by K. അതായത് ഞാൻ ആ ഇക്വേഷൻ ഇങ്ങനെ അങ്ങ് എഴുതും. K divided by 1 raised to minus 1/2. അപ്പോൾ കെയും കെയും കട്ടായി പോയി കഴിയുമ്പോഴേക്കും ബാക്കി നിങ്ങൾക്ക് കിട്ടുന്നത് 200 divided by T half equal to 1 by 0.1 the whole raised to 1/2 എന്ന് കിട്ടും. minus 1/2 അല്ല 1/2. minus 1/2 അല്ലേ minus 1/2 minus 1/2. അപ്പോൾ T half will be equal to അപ്പോൾ 1 divided by 0.1 എന്ന് പറയുമ്പോഴേക്കും അത് 10 അല്ലേ 10. അപ്പോൾ 200 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 200 divided by 10 raised to minus 1/2. ഞാനത് മേലോട്ട് കൊണ്ടുപോകുന്നു. മേലോട്ട് കൊണ്ടുപോകുമ്പോഴേക്ക് 200 multiplied by 10 raised to 1/2 എന്ന് വരും. അതായത് 200 root 10 എന്ന് വരും. അതാണ് ക്വസ്റ്റ്യൻ അത് തന്നിരിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. 200 root 10 ആണോ തന്നിരിക്കുന്നത് നോക്കാം. സോ എ കറക്റ്റ് റിയാക്ഷൻ ഹാഫ് ആണ്. ബി എന്ന് പറയുന്നത് 200 root 10 ശരിയാണ്. അപ്പോൾ ബി കറക്റ്റാണ്. ബി കറക്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതും ശരി തന്നെയാണ്. അവിടെയും കൺഫ്യൂഷൻ ഇല്ല. ഇനി ഓപ്ഷൻ സി ഒന്ന് നോക്കാം. സി the order of the reaction changes to 1 if the concentration of the reactant changes from 0.1 molar to 0.500 molar. അത് പോസിബിൾ ആണ്. അത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. അത് പോസിബിൾ ആയിട്ടുള്ളൊരു സെനേരിയോ അല്ല. കാരണം കോൺസെൻട്രേഷൻ മാറുമ്പം ഓർഡർ മാറും ഒരു റിയാക്ഷനെ സംബന്ധിച്ച്. ഇല്ല, മാറും. എപ്പോൾ? ഒരു സ്യൂഡോ ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ. ഇതിപ്പോൾ സ്യൂഡോ ഓർഡർ റിയാക്ഷൻ ഒന്നുമല്ല, 5 ഇരട്ടിയായി, അത്ര വ്യത്യാസമുള്ളൂ. ഇനിഷ്യൽ കോൺസെൻട്രേഷൻ 0.1 നിന്നും 0.5 ആക്കി, കോൺസെൻട്രേഷൻ മാറ്റി. അപ്പോൾ ശരിക്കും ഹാഫ് ലൈഫ് ആണ് മാറുന്നത്, മറിച്ച് ഓർഡർ ഈ റിയാക്ഷന് മാറുന്നില്ല. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ വ്യക്തമാണ് സി ഒരു കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ല. സി കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ല. അപ്പോൾ എയും ബിയും ഉണ്ട്, പക്ഷേ സി കറക്റ്റ് അല്ല. പക്ഷേ എയും ബിയും ഉള്ള 2 ഓപ്ഷൻസ് ഉണ്ട്. എയും ബിയും ഉള്ള 2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എലിമിനേഷൻ ഇവിടെ ഒരു വഴിയല്ല. അപ്പോൾ നമുക്ക് ഡിയൂടെ ചെയ്ത് നോക്കണം. ഹാഫ് ലൈഫ് ഈസ് 800 minutes ഫോർ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഇസ് 1.6 molar. അത് നമുക്ക് ചെയ്ത് നോക്കാം. ഇനിഷ്യൽ കോൺസെൻട്രേഷൻ 1 ആയിട്ടിരിക്കുന്ന സമയത്ത് 0.1 ആയിട്ടിരിക്കുന്ന സമയത്ത് 0.1 raised to മൈനസ് ഹാഫ്, അതായത് കെ ഈക്വൽ ടു ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് 200 minutes ആണ്. അതായത് ഞാൻ എഴുതിയ ഇക്വേഷൻ ടി ഹാഫ് ഈക്വൽ ടു കെ ഡിവൈഡഡ് ബൈ ഏതോ ഒരു കോൺസ്റ്റൻറ്റ് കെ ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ റേസ് ടു n-1. അപ്പോൾ n-1 ഹാഫ് മൈനസ് 1 മൈനസ് ഹാഫ് എന്ന് തോന്നും. ഇനി നമുക്ക് ടി ഹാഫ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എൻ്റെ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഇസ് 1.6 molar. സോ 1.6 റേസ് ടു മൈനസ് 1/2 എന്ന് വരും. ഇക്വേഷൻ 1, ഇക്വേഷൻ 2 നമുക്ക് 1/2 എടുക്കാം, അല്ലെങ്കിൽ 2/1 എടുക്കാം. ദാറ്റ്സ് അപ് ടു യു. സോ 1/2 എടുക്കുകയാണെങ്കിൽ 200 divided by T half will be equal to, അല്ലെ 100 divided by T half, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. 200 divided by T half will be equal to കെയും കട്ടായി പോയതിന് ശേഷം 1.6 raised to minus 1/2 divided by 0.1 raised to minus 1/2. അപ്പോൾ എത്ര വരും? 200 by T half equal to, ഞാൻ റിവേഴ്സ് ചെയ്യുക, റേഷ്യോ റിവേഴ്സ് ചെയ്യുമ്പോഴേക്കും 0.1 divided by 1.6 raised to 1/2 എന്ന് വരും. 1/2. സോ 0.1 by 1.6 എന്ന് പറയുന്നത് 1/16 എന്നാക്കാം. സോ T half will be equal to 200 divided by 1/16 the whole raised to 1/2. സോ 1/16 the whole raised to 1/2 എന്ന് പറയുമ്പോഴേക്കും 1/4 വരും. 1/4 മേലേക്ക് വരികയാണെങ്കിൽ 4 ആവും. സോ 4 into 200 800. സോ 800 minutes ആയിരിക്കും ഇതിൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. 800 minutes. സോ ടി ഹാഫ് വിൽ ബി 800 minutes ഫോർ ദ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ 1.6 molar. ശരിയാണ് പറഞ്ഞിരിക്കുന്നത്. 1.6 molar ആയിരിക്കുമ്പോൾ ഇതിൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് 800 minutes ആണ്. ശരിയാണ്.
സോ അത് കറക്റ്റാണ്. അപ്പോൾ ഡിയും കറക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ കറക്റ്റ് എ ബി ഡി കറക്റ്റാണ്, എ ബി ഡി. സോ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് എ ബി ഡി, ഓപ്ഷൻ 3 വരും. ഓപ്ഷൻ 3 ആയിരിക്കും കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്, എ ബി ഡി. 57th ക്വസ്റ്റ്യൻ. നമുക്ക് 58th ക്വസ്റ്റ്യൻ ഒന്ന് കണ്ടു നോക്കാം. 58th ക്വസ്റ്റ്യൻ. A molecule P on treatment with the acid undergoes rearrangement and gives Q on ozonolysis followed by refluxing under alkaline condition gives R. The structure of R is given below. അപ്പോൾ ആറിനെ തന്നിട്ടുണ്ട്, നമുക്ക് തിരിച്ച് ചെയ്ത് നോക്കാം. ആർ ആറിനെ തന്നിട്ടുണ്ട്. നമുക്ക് പുറകിലേക്ക് ചെയ്ത് നോക്കാം. ആറെന്ന് പറയുന്ന കോമ്പൗണ്ടാണ് എനിക്ക് കിട്ടിയത്. ആ ആറെന്ന് പറയുന്ന കോമ്പൗണ്ടിനെ കിട്ടാൻ കാരണം ആരെയോ ആൽക്കലൈൻ കണ്ടീഷനിൽ റിഫ്ലക്സ് ചെയ്തപ്പോഴാണ്. അപ്പോൾ ഇതിനൊന്ന് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കാർബണൈൽ കോമ്പൗണ്ടാണ്. ഒരു ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കാർബണൈൽ കോമ്പൗണ്ടിനെ ആരെയോ ആൽക്കലൈൻ കണ്ടീഷനിൽ റിഫ്ലക്സ് ചെയ്യുമ്പം കിട്ടണമെങ്കിൽ ഇത് ആൽഡോൾ കണ്ടൻസേഷൻ ആയിരിക്കണ്ടേ. ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കാർബണൈൽ കോമ്പൗണ്ടിനെ കിട്ടിയിട്ടുണ്ട് ഏതോ ഒരു കോമ്പൗണ്ടിനെ ആൽക്കലൈൻ കണ്ടീഷനിൽ റിഫ്ലക്സ് ചെയ്തപ്പം. അപ്പോൾ അത് ആൽഡോൾ കണ്ടൻസേഷൻ ആയിരിക്കും. അപ്പോൾ ആൽഡോൾ കണ്ടൻസേഷൻ നടക്കണമെങ്കിൽ അതിൽ ആൽഡോൾ ആരാന്ന് നോക്കാം. ആൽഡോൾ ഈസ് ബീറ്റ ഹൈഡ്രോക്സി കാർബണൈൽ കോമ്പൗണ്ട്. അതായത് ഈ ആൽഫ ബീറ്റയിലെ ബീറ്റ പൊസിഷനിൽ ഒരു OH ഗ്രൂപ്പ് വന്നിട്ടുണ്ടാവണം, ബീറ്റ ഹൈഡ്രോക്സി കാർബണൈൽ കോമ്പൗണ്ട്. അതാണ് ആൽഡോൾ എന്ന് പറയുന്നയാൾ. ഈ ആൽഡോള് ഫോം ചെയ്തതിന് കാരണം ഇപ്പോൾ ആൽഡോൾ കണ്ടൻസേഷൻ നടക്കുമ്പോൾ ഫോം ചെയ്യുന്നത് ഇത് കാർബണൈൽ കോമ്പൗണ്ടാണ്, ഇത് ആൽഫ, ഇത് ബീറ്റ. ഈ ആൽഫ ബീറ്റ ബോണ്ടാണ് പുതിയതായിട്ട് ഫോം ചെയ്തത്. ആൽഡോൾ കണ്ടൻസേഷൻ നടക്കുമ്പോൾ ആൽഫ ബീറ്റ ബോണ്ടാണ് പുതിയതായിട്ട് ഫോം ചെയ്തത്. ആ പുതിയതായിട്ട് ഫോം ചെയ്ത ബോണ്ടിനെ ഞാൻ ബ്രേക്ക് ആക്കി, ഇതും കാർബണൈൽ കോമ്പൗണ്ട്, ഈ ബീറ്റ പൊസിഷനും കാർബണൈൽ കോമ്പൗണ്ട്. അപ്പോൾ നോക്കി, ബീറ്റ പൊസിഷനിലും കാർബണൈൽ കോമ്പൗണ്ട്. അപ്പോൾ 1 2 3 4 5 6 7 സോറി ഒന്നുകൂടെ നമ്പർ ചെയ്യാം. 1 2 3 4 5 6 7 8. അപ്പോൾ 3 7 ബോണ്ട് ബ്രേക്ക് ആക്കി 2-ലൊരു കീറ്റോ ഗ്രൂപ്പ് ഉണ്ട്, 7-ലേതും കീറ്റോ ഗ്രൂപ്പായിട്ട് മാറും. കാരണം ഇതൊരു ഇൻട്രാ മോളിക്യുലാർ ആൽഡോൾ കണ്ടൻസേഷൻ ആയിരുന്നു. അപ്പോൾ CH3CO, സെക്കൻഡ് കാർബൺ, തേർഡ് കാർബൺ, ഫോർത്ത് കാർബൺ, ഫിഫ്ത്ത് കാർബൺ, സിക്സ്ത് കാർബൺ, സെവൻത്ത് കാർബൺ ഒരു കീറ്റോ ഗ്രൂപ്പായിട്ട് മാറും. ആൻഡ് 8th കാർബൺ അവിടെ ഒരു CH3 ഗ്രൂപ്പായിട്ട് നിൽക്കും. 8th കാർബൺ ഒരു CH3 ഗ്രൂപ്പായിട്ട് നിൽക്കും. സോ 1 2 3 4 5 6 7 8 കാർബൺസ്, 8th കാർബൺ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ കീറ്റോൺ. പക്ഷെ തീർന്നിട്ടില്ല. ആ കീറ്റോൺ ആണ് എന്തെന്ന് പറയുന്നത്. സോ Q ഓൺ ഓസോണോളിസിസ് ഫോളോഡ് ബൈ റിഫ്ലക്സിങ് അണ്ടർ ആൽക്കലൈൻ കണ്ടീഷൻ. അപ്പം നമുക്കിപ്പോഴും ക്യൂവിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. ക്യൂവിനെ ഓസോണോളിസിസ് നടത്തിയപ്പോൾ കിട്ടിയ ആളാണ് ഇദ്ദേഹം. ഇതിനെ ആൽഡോൾ കണ്ടൻസേഷൻ നടത്തിയപ്പോഴാണ് എനിക്ക് കോമ്പൗണ്ട് ആറിനെ കിട്ടിയത്. അപ്പോൾ ക്യൂവിലേക്ക് എത്തണമെങ്കിൽ ഏതോ ഒരു കോമ്പൗണ്ടിനെ ഓസോണോളിസിസ് നടത്തുമ്പോഴാണ് ഈ കോമ്പൗണ്ട് കിട്ടിയിട്ടുള്ളതെങ്കിൽ ഓസോണോളിസിന് മുന്നത്തെ അവസ്ഥ ഈ പുതിയതായിട്ട് ഫോം ചെയ്ത കാർബണൈൽ ഗ്രൂപ്പുകൾ ഒരു ഡബിൾ ബോണ്ടിൻ്റെ പാർട്ടായിരുന്നു അല്ലേ. ഈ പുതിയതായിട്ട് ഫോം ചെയ്ത കാർബണൈൽ ഗ്രൂപ്പ് ഡബിൾ ബോണ്ടിൻ്റെ പാർട്ടായിരുന്നു. അതിനെ ഓസോണോളിസിസ് നടത്തുമ്പോഴാണ് എനിക്ക് ഈ കീറ്റോണിനെ കിട്ടിയത്. അപ്പം നോക്കാം, 1 2 3 4 5 6 7. ഒന്നുകൂടെ വ്യക്തമാക്കി എഴുതുകയാണെങ്കിൽ ഇപ്പോൾ ഫോം ചെയ്തിരിക്കുന്ന ഡബിൾ ബോണ്ടുകളുടെ പൊസിഷൻ നോക്കുമ്പോൾ 1 2 3 4 5 6. ഈ 1ഉം 6ഉമാണ് കാർബണൈൽ ഗ്രൂപ്പായിട്ട് മാറിയത്. അപ്പോൾ 6 കാർബണുള്ള ഒരു സൈക്കിളായിരുന്നു നമ്മുടെ ഇനിഷ്യൽ കോമ്പൗണ്ട് ക്യൂ എന്ന് പറയുന്നത്. ആ ക്യൂവിൻ്റെ 1ഉം 6ഉം തമ്മിൽ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. 1ഉം 6ഉം തമ്മിലൊരു ഡബിൾ ബോണ്ട് ഉണ്ട്. 1ഉം 6ഉം തമ്മിലൊരു ഡബിൾ ബോണ്ട് ഉണ്ട്. ഈ 1ഉം 6ഉം തമ്മിലുള്ള ഡബിൾ ബോണ്ട് അതേ 1ലും 6ലും ഓരോ മീഥൈൽ ഗ്രൂപ്പുകൾ ഇരിപ്പുണ്ട്. 1ലും 6ലും ഓരോ മീഥൈൽ ഗ്രൂപ്പ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് ക്യൂ. ക്യൂ ആരാന്ന് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പി ആരാന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ പി എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ അസിഡിക് മീഡിയയിൽ വെച്ചപ്പോഴാണ് ക്യൂവിനെ കിട്ടിയിരിക്കുന്നത്. ക്യൂ. അപ്പോൾ നമുക്കിപ്പോൾ ക്യൂ ആരാന്നുള്ളൊരു ഐഡിയ ഉണ്ട്. ഇനി 1 2 3 4 ഓപ്ഷൻസിൽ ആര് വേണമെങ്കിലും ആവാം ക്യൂ. എന്തായാലും ഫസ്റ്റ് ഓപ്ഷൻ അല്ല പി, കാരണം അത് നമുക്ക് കിട്ടുന്ന ക്യൂ. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് അവിടെ നിന്ന് തന്നെ മാറ്റിക്കളയാം. പിന്നെ സെക്കൻഡ് ഓപ്ഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആ സെക്കൻഡ് ഓപ്ഷൻ പി ആണെങ്കിൽ അസിഡിക് മീഡിയയിൽ വെച്ചാൽ എന്ത് പറ്റും? അസിഡിക് മീഡിയയിൽ വെച്ച് കഴിഞ്ഞാൽ ഈ സാധനത്തിന് ഇത് പി ആണെങ്കിൽ
അസിഡിക് മീഡിയയിൽ ഇതിനെ എടുത്ത് വെക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പ്രോട്ടോണേഷൻ സംഭവിച്ച് ഇങ്ങനൊരു കാർബോകാറ്റയോൺ ഫോർമേഷൻ നടക്കാം. ഈ കാർബോകാറ്റയോണ് 1,2 ഹൈഡ്രൈഡ് ഷിഫ്റ്റ് വഴി അടുത്ത സൈഡിലേക്ക് പോകും. കാരണം റീഅറേഞ്ച്മെൻറ്റ് നടന്നിട്ടുണ്ടെന്ന് ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട്. എ മോളിക്യൂൾ പി ഓൺ ട്രീറ്റ്മെൻറ്റ് വിത്ത് ആസിഡ് അണ്ടർഗോസ് എ റീഅറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നുണ്ട്. റിയാക്ഷൻ കഴിയുമ്പോൾ റീഅറേഞ്ച്മെൻറ്റ് നടന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. സോ ഹൈഡ്രജൻ ഷിഫ്റ്റ് നടക്കാം. ഹൈഡ്രജൻ ഷിഫ്റ്റ് നടന്ന് തൊട്ടടുത്ത സൈറ്റ് ടേഴ്ഷ്യറി ആയി മാറിയേക്കാം. ഈ ടേഴ്ഷ്യറി ആയി മാറിയിരിക്കുന്ന സാധനത്തിന് വേണമെങ്കിൽ റിംഗ് എക്സ്പാൻഷൻ നടക്കാം. റിംഗ് എക്സ്പാൻഷൻ നടന്നു കഴിയുമ്പോഴേക്കും എനിക്ക് ഒരു 6 മെമ്പേർഡ് റിങ്ങിനെ കിട്ടും. 1 2 3 4 5 6 ഒരു 6 മെമ്പേർഡ് റിങ്ങിനെ കിട്ടും. ഈ 6 മെമ്പേർഡ് റിങ്ങിൻ്റെ ഫസ്റ്റ് പൊസിഷനിൽ 2 മീഥൈൽ ഗ്രൂപ്പുകൾ ഇരിപ്പുണ്ട്. ഇത് കൂടാതെ സെക്കൻഡ് പൊസിഷനിലെ ബോണ്ടാണ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് പൊസിഷനിൽ ഒരു പോസിറ്റീവ് ചാർജ് കാണാം. ഇവിടെ നിന്ന് വേണമെങ്കിൽ 1,2 മീഥൈൽ ഷിഫ്റ്റ് നടക്കാം. ആ 1,2 മീഥൈൽ ഷിഫ്റ്റ് നടക്കുന്ന സമയത്ത് എനിക്കിതാ ഇങ്ങനൊരു കാർബോകാറ്റയോണെ കിട്ടാം. ഇവിടെ നിന്നും ഡീപ്രോട്ടോണേഷൻ നടന്നാൽ ഇവരൊരു ആൽക്കീനായിട്ട് മാറാം. അപ്പോൾ നമുക്ക് കിട്ടേണ്ട ക്യൂ ആയില്ലേ? ക്യൂവിനെ കിട്ടിയില്ലേ? സെക്കൻഡ് ഓപ്ഷൻ ക്യൂ ആയിക്കൂടെ? സെക്കൻഡ് ഓപ്ഷൻ ക്യൂ ആവാം. പക്ഷെ തീർന്നിട്ടില്ല. ഇതേ പോസിബിലിറ്റി ബാക്കി ആർക്കെങ്കിലൂടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ചിലപ്പോൾ സംഭവിക്കാമല്ലോ. സോ തേർഡ് ഓപ്ഷൻ നോക്കാം. തേർഡ് ഓപ്ഷനിൽ എന്തായാലും 4 മെമ്പേർഡ് റിങ് 5 മെമ്പേർഡ് വരെ ആവത്തുള്ളൂ. അതിനുള്ള കാർബൺ ആറ്റംസേ ഉള്ളൂ. അപ്പം നമുക്ക് എന്തായാലും ക്യൂവിനെ കിട്ടത്തില്ല. തേർഡ് ഓപ്ഷനിൽ 4 മെമ്പേർഡ് റിങ്ങാണ് ഉള്ളത്. 4 മെമ്പേർഡ് റിങ്ങിന് റിങ് എക്സ്പാൻഷൻ നടന്നാൽ കൂടി അത് 5 മെമ്പേർഡ് വരെ പോകത്തുള്ളൂ. അതിനുള്ള കാർബൺ ആറ്റംസേ അവിടെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് 4 5 ആകത്തുള്ളൂ. നമുക്ക് ക്യൂ എന്ന് പറയുന്ന കോമ്പൗണ്ടിന് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. പക്ഷേ ആ ഫോർത്ത് ഓപ്ഷനെ നോക്കി. ഫോർത്ത് ഓപ്ഷനിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്യൂ അല്ലേ, ഫോർത്ത് ഓപ്ഷനിൽ ഇങ്ങനൊരു ഡബിൾ ബോണ്ടഡ് സിസ്റ്റം ഉണ്ട്. ഇതിനെ അസിഡിക് മീഡിയയിൽ വെച്ചാൽ ഇത് മാക്കോനിക്കോസ് അഡീഷൻ നടക്കും. മാക്കോനിക്കോസ് അഡീഷൻ നടന്ന് ഡബിൾ ബോണ്ടിൽ ഹൈഡ്രജൻ കൂടുതലുള്ളിടത്തേക്ക് ഹൈഡ്രജൻ ചെല്ലും. ഡബിൾ ബോണ്ടിൽ ഹൈഡ്രജൻ കൂടുതലുള്ളിടത്തേക്ക് ഹൈഡ്രജൻ ചെന്ന് കഴിയുമ്പോൾ ഒരു ടേഴ്ഷ്യറി കാർബോകാറ്റയോൺ ഫോം ചെയ്യും. ആ ടേഴ്ഷ്യറി കാർബോകാറ്റയോണിന് വേണമെങ്കിൽ റിംഗ് എക്സ്പാൻഷൻ നടക്കാം. റിംഗ് എക്സ്പാൻഷൻ നടന്നു കഴിയുമ്പോൾ ഒരു 6 മെമ്പേർഡ് റിങ് ഫോം ചെയ്യാം. ആ 6 മെമ്പേർഡ് റിങ്ങിൻ്റെ ഒരു സൈറ്റിലാണ് നമ്മുടെ മീഥൈൽ ഗ്രൂപ്പ്, ഒരു അഡീഷണൽ മീഥൈൽ ഗ്രൂപ്പ് 2 പേരിരിപ്പുണ്ട്. 2 അഡീഷണൽ മീഥൈൽ ഗ്രൂപ്പ് ഇരിപ്പുണ്ട്. അതിന് തൊട്ടഡ്ജസൻ സൈഡിൽ ഒരു കാർബോകാറ്റയോണും കാണും. റിംഗ് എക്സ്പാൻഷൻ കാരണം. ഈ കിട്ടിയിരിക്കുന്ന കാർബോകാറ്റയോൺ വേണമെങ്കിൽ 1,2 മീഥൈൽ ഷിഫ്റ്റ് നടത്തി അടുത്തൊരു ടേഴ്ഷ്യറി കാർബോകാറ്റയോൺ ആവാം. ആ ടേഴ്ഷ്യറി കാർബോകാറ്റയോൺ ഫൈനലി ഡീപ്രോട്ടോണേഷൻ നടന്ന് 1,2 ഡൈമീഥൈൽ സൈക്ലോഹെക്സീൻ ആവാം. 1,2 ഡൈമീഥൈൽ സൈക്ലോഹെക്സീൻ ആയിട്ട് മാറാം. അപ്പം നോക്കി, അത് തന്നെയല്ലേ നമ്മുടെ ക്യൂ. അപ്പം ക്യൂവിനെ തരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ് 2 ഉണ്ട്, ഓപ്ഷൻസ് 3 ഉണ്ട്. ഓപ്ഷൻ 2ഉം ക്യൂവിനെ തരുന്നുണ്ട്. ഓപ്ഷൻ 4ഉം ക്യൂവിനെ തരുന്നുണ്ട്. ഓപ്ഷൻ 2ഉം തരുന്നുണ്ട്, ഓപ്ഷൻ 4ഉം തരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടിലേതെങ്കിലും ആവാം. പിന്നെ അവിടെ ഉള്ളൊരു കീ ഐഡിയ, എ മോളിക്യൂൾ പി ഓൺ ട്രീറ്റ്മെൻറ്റ് വിത്ത് ആസിഡ് അണ്ടർഗോസ് റീഅറേഞ്ച്മെൻറ്റ് എന്നാണ് പറയുന്നത്. റീഅറേഞ്ച്മെൻറ്റ് അതായത് ഡീഹൈഡ്രേഷൻ നടന്ന കാര്യം അവർ എടുത്ത് പറഞ്ഞിട്ടില്ല. പിക്ക് റീഅറേഞ്ച്മെൻറ്റ് നടന്നു എന്നേ പറയുന്നുള്ളൂ. ഡീഹൈഡ്രേഷൻ നടന്നിട്ടുണ്ടെന്ന് അവർ എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ വേണമെങ്കിൽ അത് മോർ ആക്യുറേറ്റ് ആയിട്ട് 4 ആവാനാണ് സാധ്യത കൂടുതൽ. 2വിനെക്കാട്ടിലും സാധ്യത കൂടുതൽ 4 ആവാനായിരിക്കും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 59th ക്വസ്റ്റ്യൻ. Ice and water are placed in a closed container at a pressure of 1 atm and temperature 273.15 Kelvin. If the pressure of the system is increased twice, keeping temperature constant, then identify the correct observation from the following. സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയനെ കുറിച്ചാണ് പറയുന്നത്. ആ സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയയുടെ ഫേസ് ഡയഗ്രാം ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് വരച്ച് നോക്കാം. ഫേസ് ഡയഗ്രാം, ഐസും വാട്ടറും തമ്മിലുള്ള ഫേസ് ഡയഗ്രാം ഒന്ന് വരച്ച് നോക്കാം. ഐസും വാട്ടറും തമ്മിലുള്ള ഫേസ് ഡയഗ്രത്തിൽ
ഐസ് ഇങ്ങനെയാണ് പോകുന്നത്, ഐസ് ഇങ്ങനെ പോകുന്നു. ഈ ഐസ് ഏതോ ഒരു മൊമെൻറ്റിൽ വെച്ച് വാട്ടറായിട്ട് കൂട്ടിമുട്ടുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വേപ്പർ പ്രഷർ വേരിയേഷൻ എന്ന് പറയുന്നത്, വേപ്പർ പ്രഷർ ഓഫ് സോളിഡ് ആൻഡ് വാട്ടറിൻ്റെ വേപ്പർ പ്രഷർ വേരിയേഷൻ. അപ്പോൾ ഇവിടെ ഈ ഐസിൻ്റെ വേപ്പർ പ്രഷർ ഇങ്ങനെ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. ഇങ്ങനെ ആയിരിക്കും പോകും, ഇവിടെ ആയിരിക്കും. ഇവിടെ ഇതിന് താഴോട്ട് സോളിഡും ഇതിന് മേലോട്ട് ലിക്വിഡും ആയിട്ടായിരിക്കും നിൽക്കുന്നത്. ഇത് സോളിഡും ഇത് ലിക്വിഡും ആയിട്ടായിരിക്കും നിൽക്കുന്നത്. ഇത് മൂന്നുകൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റ് നമ്മൾ ട്രിപ്പിൾ പോയിന്റ് എന്നൊക്കെ വിളിക്കാറുണ്ട്. അതൊക്കെ പോട്ടെ. അപ്പോൾ ഇത് കൂട്ടിമുട്ടുന്ന പോയിൻ്റാണ് 1 ATM എന്ന് പറയുന്നത്. 1 ATM ഇത് കൂട്ടിമുട്ടിയത്. ആ 1 ATM നിന്ന് ഇത് കൂട്ടിമുട്ടുന്ന ടെമ്പറേച്ചർ എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചറാണ് 273.15 കെൽവിൻ. അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഇവരെന്നാ ചെയ്തു എന്ന് വെച്ചാൽ ഈ പ്രഷർ ഇരട്ടിയാക്കിച്ചു. പ്രഷർ 1 ATM എന്നുള്ളത് 2 ATM ആക്കി മാറ്റി. അപ്പോൾ ഇവിടെ 2 ATM കിടക്കുന്നത് വിചാരിച്ചു, 2 ATM. അപ്പോൾ 2 ATMൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതാ 2 ATM പോകുന്നു. ടെമ്പറേച്ചർ പക്ഷേ കോൺസ്റ്റൻ്റ് ആണ്. ടെമ്പറേച്ചർ സ്റ്റിൽ 273 കെൽവിൻ തന്നെയാണ്. അപ്പോൾ ടെമ്പറേച്ചർ 273 കെൽവിൻ ആണെങ്കിൽ ഇതാ നോക്കി, 1 ATM-ഉം 273 കെൽവിനും കൂടെ കൂട്ടിമുട്ടുന്ന ആ പോയിന്റിൽ ആരേ ഉള്ളൂ? 1 ATM-ഉം 273 കെൽവിനും കൂടെ കൂട്ടിമുട്ടുന്ന ആ പോയിന്റിൽ ലിക്വിഡ് മാത്രമേ ഉള്ളൂ. കാരണം സോളിഡ് ക്രോസ് ചെയ്ത് പോയി, ഇനി അവിടെ ലിക്വിഡ് ഫേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്കിൽ കറക്റ്റ് ആകുന്നത് എന്താ? വോളിയം ഓഫ് ദ സിസ്റ്റം ഇൻക്രീസസ്, അതവിടെ നിൽക്കട്ടെ. ലിക്വിഡ് ഫേസ് ഡിസപ്പിയേഴ്സ് കംപ്ലീറ്റ്ലി ആണോ? അല്ല, ലിക്വിഡ് ഇപ്പോഴും അവിടെയുണ്ട്. അപ്പോൾ ലിക്വിഡ് ഡിസപ്പിയർ ചെയ്യുന്നത് തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദി എമൗണ്ട് ഓഫ് ഐസ് ഡിക്രീസസ്, അത് ശരിയാണ്. എമൗണ്ട് ഓഫ് ഐസ് ഡിക്രീസസ് ആണ്. സോളിഡ് ഐസിൻ്റെ എമൗണ്ട് കുറയുന്നുണ്ട്, സോളിഡ് വാട്ടറിൻ്റെ അളവ് കുറയുന്നുണ്ട്. പക്ഷേ അതിനേക്കാളും മോർ ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് അടുത്ത കിടക്കുന്നത്. സോളിഡ് ഫേസ്, അതായത് ഐസ് ഡിസപ്പിയേഴ്സ് കംപ്ലീറ്റ്ലി, അത് ശരിയല്ലേ? കാരണം ഈ ഒരു സ്റ്റേറ്റിൽ സോളിഡായിട്ട് ആരുമില്ല, ഇത് നിൽക്കുന്ന ലിക്വിഡ് സ്റ്റേറ്റിലാണ്, ലിക്വിഡ് മാത്രമേ ഉള്ളൂ. സോ സോളിഡ് കംപ്ലീറ്റ്ലി ഡിസപ്പിയേഴ്സ്. സോ 59th ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ 4 വരും. ഓപ്ഷൻ 4 ആയിരിക്കും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, കറക്റ്റായിട്ടുള്ളത്. 60th ക്വസ്റ്റ്യൻ നോക്കാം. ദി മോളിക്യൂൾ ഹാവിങ് എ സ്ക്വയർ പിരമിഡൽ ജോമെട്രി ആർ. മോളിക്യൂൾസ് ഹാവിങ് സ്ക്വയർ പിരമിഡൽ ജോമെട്രി ആർ. അപ്പോൾ BRF5 VSEPR തിയറി അനുസരിച്ച് ബ്രോമിൻ എന്ന് പറയുന്നത് 17th ഗ്രൂപ്പ് എലമെൻറ്റ്. സോ 7 വാലൻസ് ഷെൽ ഇലക്ട്രോൺസ് കാണും. 7 വാലൻസ് ഷെല്ലിൽ 5 എണ്ണം ഫ്ലൂറിന് കൊടുത്തു. 1 2 3 4 5 ഫ്ലൂറിൻ 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 ഫ്ലൂറിൻ. ബാക്കിയുള്ള 2 എണ്ണം ഒരു ലോൺ പെയർ ആയിട്ട് മാറും. അപ്പോൾ 5 ബോണ്ട് പെയറും ഒരു ലോൺ പെയറും, 5 ബോണ്ട് പെയറും ഒരു ലോൺ പെയറുമാണ് വരുന്നത്. 5 ബോണ്ട് പെയറും ഒരു ലോൺ പെയറിനും കൂടി ഇരിക്കാൻ പറ്റുന്ന ഇലക്ട്രോൺ പെയർ അറേഞ്ച്മെൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇലക്ട്രോൺ ജോമെട്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒക്ടാഹീഡ്രലായിരിക്കും. ഫ്ലൂറിൻ 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 പിന്നെ ഒരു ലോൺ പെയർ, ഇങ്ങനെയായിരിക്കും അത് ഇരിക്കുക, ഇങ്ങനെയായിരിക്കും. പക്ഷേ നിങ്ങൾ ബോണ്ട് പെയേഴ്സിനെ മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ബോണ്ട് പെയർ ഇരിക്കുന്നത് സ്ക്വയർ ബേസ് പിരമിഡൽ ആയിട്ടായിരിക്കും. സ്ക്വയർ ബേസ് പിരമിഡൽ ഇഫ് യു ആർ നെഗ്ലക്റ്റിംഗ് ദീസ് റിപ്പൾഷൻസ്. ഓക്കെ, ലോൺ പെയർ ബോണ്ട് പെയർ ആൻഡ് ബോണ്ട് പെയർ റിപ്പൾഷൻ നെഗ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു സ്ക്വയർ ബേസ് പിരമിഡൽ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. സോ BRF5 ഉണ്ട് അവിടെ, BRF5. അപ്പോൾ BRF5 വരുന്ന മറ്റൊരു ഓപ്ഷൻ കൂടെ അവിടെ കിടപ്പുണ്ട്. BRF5 വരുന്ന 1ഉം 4ഉം അവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്കിനി ചെക്ക് ചെയ്യേണ്ടത് PCl5ഉം XeO-F4ഉമാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചെക്ക് ചെയ്യാം. പിന്നെ ഫസ്റ്റ് ഓപ്ഷൻ ആയതുകൊണ്ട് നമുക്ക് XeO-F4നെ തന്നെ നോക്കാം. സെനോൺ എന്ന് പറയുന്നത് നോബിൾ ഗ്യാസ് ആണ്. 8 വാലൻസ് ഇലക്ട്രോൺസ് കാണും. സോ 1 2 3 4 5 6 7 8 8 2 ഓക്സിജന് കൊടുത്തു. പിന്നെയുള്ള ഓരോന്നും ഫ്ലൂറിന് കൊടുത്തു. അപ്പം 4 ഫ്ലൂറിൻ. പിന്നെയുള്ള 2 ഇലക്ട്രോൺസ് ലോൺ പെയർ ആയിട്ട് അപ്പിയർ ചെയ്യും. അങ്ങനെയെങ്കിൽ 1 2 3 4 5 6 ഇലക്ട്രോൺ പെയേഴ്സ് ഉണ്ട്. 6 ഇലക്ട്രോൺ പെയേഴ്സിൽ ഇവരുടെ ഇലക്ട്രോൺ ജോമെട്രി നോക്കുകയാണെങ്കിൽ 2 ഓക്സിജന് കൊടുത്തു, 4 ഫ്ലൂറിന് കൊടുത്തു, പിന്നെ 1 ലോൺ പെയർ ആയിട്ടിരിക്കും. സോ ഇതാണ് ഇലക്ട്രോൺ ജോമെട്രി. ആ ഇലക്ട്രോൺ ജോമെട്രിയിൽ നിങ്ങൾ ബോണ്ട് അറേഞ്ച്മെൻറ്റ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അതും സ്ക്വയർ ബേസ് പിരമിഡലാണ്. സോ BRF5ഉം സ്ക്വയർ ബേസ് പിരമിഡലാണ്, XeO-F4ഉം സ്ക്വയർ ബേസ് പിരമിഡലാണ്. ബട്ട് PCl5നെ നിങ്ങൾ പലപ്പോഴും കണ്ട് നിങ്ങൾക്ക് നല്ല പരിചയമുള്ളതാണ്. ഈ PCl5 എന്ന് പറയുന്ന സാധനം ഫോസ്ഫറസ് പെൻറ്റാക്ലോറൈഡ്, അവർക്ക് ശരിക്കും ട്രയഗണൽ ബൈ പിരമിഡൽ ജോമെട്രി ആണ് PCl5ന് വരുന്നത്. അപ്പം നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ആണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്.
ആൻഡ് ആൻറ്റിമണി വരുന്നത് നൈട്രജൻ ഫോസ്ഫറസ് ആഴ്സനിക് ആൻറ്റിമണി ബിസ്മത്ത് അതേ ഫാമിലിയിൽ വരുന്നതുകൊണ്ട് സ്ട്രക്ചറലി അവർ ഇതുപോലെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത് പോലെ. ആൻഡ് 61st ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. The metal ion whose electronic configuration is not affected by the nature of the ligand. അപ്പം ലിഗാൻഡിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത നമ്മുടെ മെറ്റലിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനുകളാണ് D1, D2, D3, D8 കോൺഫിഗറേഷനൊക്കെ. D1, D2, D3, D8 കോൺഫിഗറേഷനൊക്കെ നമ്മുടെ ലിഗാൻഡിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഇലക്ട്രോണിക് കോൺഫിഗറേഷനുകളാണ്. സോ അങ്ങനെ ലിഗാൻഡിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ടൈറ്റേനിയം ഉണ്ട്. ടൈറ്റേനിയത്തിൻ്റെ കോൺഫിഗറേഷൻ സ്കാൻഡിയം ടൈറ്റേനിയം ആണ്. അപ്പം D2S2 +3 കോൺഫിഗറേഷൻ ആയപ്പോൾ D1 ആയി. അപ്പോൾ ലിഗാൻഡിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല അതിൻ്റെ കോൺഫിഗറേഷൻ. ആൻഡ് Mn2+ ആകുന്ന സമയത്ത് പിന്നുള്ളത് നിക്കലാകുന്ന സമയത്ത് D8S2 കോൺഫിഗറേഷനാണ്. D8S2 ആകുമ്പോഴേക്കും +2 ആയതുകൊണ്ട് D8 കോൺഫിഗറേഷൻ. അപ്പോഴും ലിഗാൻഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവില്ല. പിന്നെ മാംഗനീസ് വരുമ്പോഴേക്കും Mn2+ ആണ്. Mn2+ ആകുമ്പോഴേക്കും D5 കോൺഫിഗറേഷൻ ആണ്. അത് ലിഗാൻഡിനെ ഡിപ്പെൻഡ് ചെയ്യും. ഹൈ സ്പിന്നോ ലോ സ്പിന്നോ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യും. ആൻഡ് Cr3+ എന്ന് പറയുമ്പോഴേക്കും സ്കാൻഡിയം ടൈറ്റേനിയം വരേഡിയം ക്രോമിയം വരും. ക്രോമിയം വരുമ്പോൾ D5 S1 കോൺഫിഗറേഷനിൽ നിന്നും +3 ആയി. +3 ആകുമ്പോഴേക്കും ഒരു എസ്സും പോയി, ഡിയിലെ 2 എണ്ണവും പോയി. അപ്പോൾ D3 അപ്പോഴും നമ്മുടെ ലിഗാൻഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ലിഗാൻഡിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത 1, 2, 4 ഉണ്ട്. ഈ 3 പേരും ലിഗാൻഡിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. അവരുടെ കോൺഫിഗറേഷൻ അങ്ങനെ ആയിരിക്കുന്നു. പക്ഷേ വേറൊരു കാര്യം കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്. വിച്ച് ഗീവ്സ് എ വയലറ്റ് കളർ ഇൻ ദ നോൺ ലൂമിനസ് ഫ്ലെയിം അണ്ടർ ഹോട്ട് കണ്ടീഷൻ ഇൻ ബോറാക്സ് സ്പീഡ് ടെസ്റ്റ്. വയലറ്റ് കളർ തരണം. അതായത് ബോറാക്സ് സ്പീഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ വയലറ്റ് കളർ തരണമെങ്കിൽ ആരായിരിക്കണം? നിക്കലായിരിക്കണ്ടേ? നിക്കലാണെങ്കിലല്ലേ ബോറാക്സ് സ്പീഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ വയലറ്റ് കളർ കിട്ടത്തുള്ളൂ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നിക്കലായിരിക്കും കറക്റ്റ് ആൻസർ. 61st ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ 2 വരും. നമുക്ക് 62nd ക്വസ്റ്റ്യൻ നോക്കാം. ബോത്ത് ആൽഡിഹൈഡ് ആൻഡ് അസറ്റാൽഡിഹൈഡ് ആൻഡ് അസറ്റോൺ അണ്ടർഗോ വിച്ച് ഓഫ് ദി ഫോളോയിങ് റിയാക്ഷൻ. അവിടെ ഒരു സെപ്പറേറ്റ്ലി തരുന്ന റിയാക്ഷൻസ് ചോദിച്ചു. അസറ്റാൽഡിഹൈഡും അസറ്റോണും സെപ്പറേറ്റ്ലി തരുന്ന റിയാക്ഷൻ. അസറ്റാൽഡിഹൈഡും അസറ്റോണും രണ്ടുപേരുടെ സ്ട്രക്ചർ നോക്കിയാൽ CH3COH അസറ്റാൽഡിഹൈഡും, അസറ്റോൺ ആകുമ്പോൾ CH3COCH3. രണ്ടുപേരെയും കൂടെ നോക്കുകയാണെങ്കിൽ രണ്ടുപേരും മീഥൈൽ കീറ്റോൺ എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. CH3CO എന്നുള്ള ഗ്രൂപ്പ് അവർക്കുണ്ട്. അപ്പോൾ CH3CO എന്നുള്ള ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് അയഡോഫോം റിയാക്ഷൻ തരാനായിട്ട് പറ്റും. അസറ്റാൽഡിഹൈഡും അസറ്റോണും രണ്ടുപേർക്കും ആൽഫ ഹൈഡ്രജൻ ഉള്ളതുകൊണ്ടും അസറ്റാൽഡിഹൈഡിന് ആൽഫ ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് എടുത്ത് പറയുകയാണെങ്കിൽ ക്യാനസാറോ റിയാക്ഷൻ തരത്തില്ല. രണ്ടുപേരും തരത്തില്ല. ഒന്ന് കീറ്റോൺ ആണ്, മറ്റേത് ആൽഡിഹൈഡ് വിത്ത് ആൽഫ ഹൈഡ്രജൻ ആണ്. അപ്പോൾ ക്യാനസാറോ റിയാക്ഷൻസ് തരത്തില്ല. പക്ഷേ രണ്ടുപേർക്കും ആൽഫ ഹൈഡ്രജൻ ഉള്ളതുകൊണ്ടും കാർബണൈൽ കോമ്പൗണ്ട് ആയതുകൊണ്ടും ആൽഡോൾ കണ്ടൻസേഷൻ തരാനായിട്ട് പറ്റും. ടോളറൻസ് ടെസ്റ്റ് അസറ്റാൽഡിഹൈഡിന് തരാം, പക്ഷേ അസറ്റോണിന് തരാനായിട്ട് പറ്റത്തില്ല. ക്ലെമൻസൺ റിഡക്ഷൻ നോക്കുകയാണെങ്കിൽ ക്ലെമൻസൺ റിഡക്ഷൻ രണ്ടുപേരും കാർബണൈൽ കോമ്പൗണ്ട് ആണ്, രണ്ടുപേരും ക്ലെമൻസൺ റിഡക്ഷൻ തരും. അങ്ങനെയെങ്കിൽ അയഡോഫോം റിയാക്ഷനും രണ്ടുപേരും തരും, ആൽഡോളും രണ്ടുപേരും തരും, ക്ലെമൻസണും രണ്ടുപേരും തരും. അപ്പം ACE വരും. ACE ആയിരിക്കും കറക്റ്റായിട്ട് വരുന്നത്. ഓപ്ഷൻ 2 വരും. ACE 62 ഓപ്ഷൻ 2 വരും. ഓപ്ഷൻ 2. 63rd ക്വസ്റ്റ്യൻ ഒന്ന് കണ്ടു നോക്കാം. ഇനി മൾട്ടി ഇലക്ട്രോൺ ആറ്റം സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലൊരു ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓർബിറ്റൽസ് ഡിസ്ക്രൈബ്ഡ് by the 3 quantum numbers which have the same energy in the absence of electric and magnetic field. അതായത് സീമാൻ സ്പ്ലിറ്റിങ്ങും സ്റ്റാർക്ക് സ്പ്ലിറ്റിങ്ങും ഇല്ലെങ്കിൽ, സീമാൻ എഫക്റ്റും സ്റ്റാർക്ക് എഫക്റ്റും ഇല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന 5 പേരിൽ ആർക്കൊക്കെയാണ് സെയിം എനർജി വരിക എന്ന് ചോദിച്ചിരിക്കുന്നത്. ഈ തന്നിരിക്കുന്ന 5 കോൺഫിഗറേഷനിൽ ആർക്കൊക്കെയാണ് സെയിം എനർജി വരിക എന്ന് ചോദിച്ചിരിക്കുന്നത്. അതായത് ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ്, സീമാൻ സ്പ്ലിറ്റിംഗ് ഇല്ല. അതായത് ഓർബിറ്റൽസിൻ്റെ സ്പ്ലിറ്റിംഗ് അവിടെ വന്നിട്ടില്ല. PX PY PZ എന്നുള്ള ഡിസ്റ്റിങ്ഷൻ വന്നിട്ടില്ല. അല്ലെങ്കിൽ DXY DYZ DXZ ദെൻ DX2 Y2 DZ2 ഇത് വന്നിട്ടില്ല. ഈ ഡിസ്റ്റിങ്ഷൻ വന്നിട്ടില്ല എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 1 ഉണ്ട്. എന്നിൻ്റെ വാല്യൂ 1 വരുമ്പോഴേക്കും എല്ലിൻ്റെ വാല്യൂ n-1 വരെ വരത്തുള്ളൂ. സോ 0. MLൻ്റെ വാല്യൂ 0. പിന്നെ എന്നിൻ്റെ വാല്യൂ 1 ആയിട്ട് വേറെ ആരുമില്ല. ഇല്ലാത്തതുകൊണ്ട് എക്ക് മാച്ചിങ് പെയറായിട്ട് ആരും തന്നെ ഇതിനകത്തില്ല. സെയിം എനർജി വരുന്ന വേറെ ആരുമില്ല ഇവിടെ. എന്നിൻ്റെ വാല്യൂ 2 ഉണ്ട്, എന്നിൻ്റെ വാല്യൂ 2 ഉണ്ട്. അപ്പോൾ അവരെ നമുക്ക് ചെക്ക് ചെയ്യാം. എന്നിൻ്റെ വാല്യൂ 2 ആണ്. എല്ലിൻ്റെ വാല്യൂ 0 ആണ്, എല്ലിൻ്റെ വാല്യൂ 1 ആണ് വന്നിരിക്കുന്നത്. എല്ലിൻ്റെ വാല്യൂ 0 ആകുമ്പം S ഓർബിറ്റൽ, എല്ലിൻ്റെ വാല്യൂ 1 ആകുമ്പോഴേക്കും P ഓർബിറ്റൽ ആണ്, അല്ലെങ്കിൽ P സബ്ഷെൽ. ഇത് S സബ്ഷെല്ലിൽ, ഇത് P സബ്ഷെല്ലിൽ. എനർജി ഡിഫറൻ്റ് ആയി. അപ്പോൾ ബീനെയും സീനെയും കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല.
ഡിയും ഇയും നോക്കുകയാണെങ്കിൽ ഡിയിൽ എന്നിൻ്റെ വാല്യൂ 3, ഇയിൽ എന്നിൻ്റെ വാല്യൂ 3, എന്നിൻ്റെ വാല്യൂ 3, എന്നിൻ്റെ വാല്യൂ 3. അപ്പോൾ എന്നിൻ്റെ വാല്യൂം 3 ആവുകയാണെങ്കിൽ എന്നിൻ്റെ വാല്യൂ 3, എന്നിൻ്റെ വാല്യൂ 3, രണ്ടുപേരുടെയും വാല്യൂ 3 ആണ്. സെയിം എനർജി ആയിരിക്കാം. ബാക്കി നോക്കാം. എല്ലിൻ്റെ വാല്യൂ 2, എല്ലിൻ്റെ വാല്യൂ 2. അപ്പോൾ രണ്ടുപേരും ഡി ഓർബിറ്റലാണ്. എം എല്ലിൻ്റെ വാല്യൂ 1ഉം എം എല്ലിൻ്റെ വാല്യൂ 0ഉം. എം എല്ലാണ് ശരിക്കും ഈ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് സ്പ്ലിറ്റിംഗ് വരുന്നത്. അപ്പം അത് സ്പ്ലിറ്റിംഗ് ഒഴിവാക്കിയിട്ടുണ്ട്. ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എം എല്ലുകൾക്ക് 2 പേർക്കും, അതായത് എം എൽ 1 ആണെങ്കിൽ എം എൽ 0 ആണെങ്കിലും 2 പേർക്കും സെയിം എനർജി ആയിരിക്കും. അപ്പോൾ സെയിം എനർജി ആണെങ്കിൽ ഡിക്കും ഇക്കുമാണ് സെയിം എനർജി വരുന്നത്. സോ ആൻസർ വിൽ ബി ഡി ആൻഡ് ഇ ആയിരിക്കും. ഡി ആൻഡ് ഇ. 63 ഓപ്ഷൻ 4. നമുക്ക് 64th ക്വസ്റ്റ്യൻ നോക്കാം. ദി പ്രോഡക്റ്റ് എ ആൻഡ് ബി ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ റെസ്പെക്റ്റീവ്ലി ആർ. പ്രോഡക്ട്സ് എ ആൻഡ് ബി ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻസ് റെസ്പെക്റ്റീവ്ലി ആർ. അവിടെ AgNO2 നിങ്ങൾ നോക്കുകയാണെങ്കിൽ AgNO2 റിയാക്ട് ചെയ്യാനായിട്ട് വിട്ടിരിക്കുന്നത് പ്രൊപ്പൈൽ ബ്രോമൈഡ്, N പ്രൊപ്പൈൽ ബ്രോമൈഡുമായിട്ട് റിയാക്ട് ചെയ്യാനാണ് വിട്ടിരിക്കുന്നത്. ആ N പ്രൊപ്പൈൽ ബ്രോമൈഡുമായിട്ട് റിയാക്ട് ചെയ്യാൻ AgNO2 വിട്ടു. AgNO2 ഒരു പ്രത്യേകതയുണ്ട്. അതൊരു പോളാറായിട്ടുള്ള കോവാലൻ്റ് ബോണ്ടാണ് സിൽവറും നൈട്രജനും തമ്മിലുള്ള ബോണ്ട്. സോറി, AgONO ആണല്ലോ. AgNO2 എന്ന് പറയുമ്പോൾ AgONO എന്നാണ് വരുന്നത്. അവിടെ ശരിക്കും ആ സിൽവറും ഓക്സിജനും തമ്മിലുള്ള ബോണ്ടെന്ന് പറയുന്നത് കോവാലൻ്റ് ബോണ്ടാണ്, അയോണിക് അല്ല. അതുകൊണ്ട് അത് ഡിസോസിയേഷൻ നടക്കത്തില്ല. അപ്പോൾ ഇവിടുത്തെ ന്യൂക്ലിയർ ഫൈൽ ആരാന്ന് ചോദിച്ചാൽ നൈട്രജൻ വിത്ത് ഇറ്റ്സ് ലോൺ പെയർ ആണ് ന്യൂക്ലിയർ ഫൈൽ. സോ നൈട്രജൻ വന്ന് അറ്റാക്ക് ചെയ്ത് Br കളയും. അപ്പം നൈട്രജൻ ഈ ഇവിടുന്ന് ഓക്സിജൻ ഇതിൻ്റെ സിഗ്മ ബോണ്ടിനെ പിടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. നടന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ പ്രോഡക്റ്റ് നോക്കിയാൽ CH3 CH2 CH2 NO2 എന്ന് വരും. NO2 എന്ന് വരും. ഇതാണ് നമുക്കിവിടെ കിട്ടുന്ന പ്രോഡക്റ്റ്. ഇനി AgCN നോക്കുവാണെങ്കിലും അവിടെയും ഇതേ പ്രത്യേകതയുണ്ട്. AgCN കാർബൺ സിൽവർ ബോണ്ടെന്ന് പറയുന്നത്, AgCN കാർബൺ സിൽവർ ബോണ്ടെന്ന് പറയുന്നതും പോളാർ കോവാലൻ്റ് ബോണ്ടാണ്. ഓക്കെ, കോവാലൻ്റ് ബോണ്ട് ആയതുകൊണ്ട് അതങ്ങനെ ബ്രേക്ക് ആകത്തില്ല, ഡിസോസിയേറ്റ് ചെയ്യത്തില്ല. അപ്പോഴും ന്യൂക്ലിയർ ഫൈലായിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നത് നൈട്രജൻ്റെ ലോൺ പെയറാണ്. നൈട്രജൻ്റെ ലോൺ പെയർ ഒരു ബാക്ക് സൈഡ് അറ്റാക്ക് നടത്തിച്ച് Br- കളയും. അങ്ങനെ Br- പോയി കഴിയുമ്പോൾ CH3 CH2 CH2 നൈട്രജൻ ആയിരിക്കും കാർബണിൽ ബോണ്ടഡ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഐസോസയനൈഡാണ്. ഐസോസയനൈഡിന് കിട്ടും. അപ്പോൾ കറക്റ്റ് ആൻസേഴ്സ് വരുന്നത് ഒന്ന് നൈട്രോ ആൽക്കൈനും മറ്റേത് ഐസോസയനൈഡിനും കിട്ടും. ആൽക്കൈൽ ഐസോസയനൈഡിനും കിട്ടും. സോ കറക്റ്റ് ഓപ്ഷൻ 4 വരും. ഓപ്ഷൻ 4 ആയിരിക്കും വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 64ൻ്റെ ഓപ്ഷൻ 4 വരും. ഓപ്ഷൻ 4. നമുക്ക് 65th ക്വസ്റ്റ്യൻ ഒന്ന് കണ്ടുനോക്കാം. 65th ക്വസ്റ്റ്യൻ. സോ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് എ സോൾവെൻറ്റ് 50 gram of which contain 1 gram non-volatile solute and the decrease in the freezing point is 0.4 K. So നമുക്ക് ചേഞ്ച് ഇൻ ദ ഫ്രീസിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഡെൽറ്റ TF ഈസ് ഈക്വൽ ടു KF മൊളാലിറ്റി. നമ്മുടെ എക്സ്പ്രഷൻ കയ്യിലിരിപ്പുണ്ട്. അപ്പോൾ ഈ ചേഞ്ച് ഇൻ ദ ഫ്രീസിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട്. ഡിക്രീസ് ഇൻ ദ ഫ്രീസിംഗ് പോയിന്റ് 0.4 Kelvin ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ചേഞ്ച് 0.4 ആണ്. അപ്പോൾ KF വാല്യൂ ആണ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് അല്ലേ. വാട്ട് ഈസ് ദി ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിപ്രഷൻ കോൺസ്റ്റന്റ്. അപ്പോൾ KF ആണ് ചോദിച്ചിരിക്കുന്നത്. മൊളാലിറ്റി തന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല, പക്ഷെ കണ്ടുപിടിക്കാൻ വഴി പറഞ്ഞിട്ടുണ്ട്. സൊല്യൂട്ടിൻ്റെ മോളിക്കുലാർ മാസും ദെൻ അല്ലെങ്കിൽ മോളാർ മാസും അതുപോലെ ഗിവൺ മാസ് ഓഫ് ദി സൊല്യൂട്ടും ഗിവൺ മാസ് ഓഫ് ദി സോൾവെൻറ്റും തന്നിട്ടുണ്ട്. 50 gram ഓഫ് വിച്ച് കണ്ടെയ്ൻസ് സൊല്യൂഷൻ്റെ വെയിറ്റ് സോൾവെൻറ്റിൻ്റെ വെയിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. മൊളാലിറ്റി കണ്ടുപിടിക്കാൻ ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മോളാർ മാസ് ഓഫ് ദി സൊല്യൂട്ട് മൾട്ടിപ്ലൈഡ് ബൈ 1000 ബൈ വെയിറ്റ് ഓഫ് സോൾവെൻറ്റ് എടുക്കണം. വെയിറ്റ് ഓഫ് സോൾവെൻറ്റ് ഇൻ ഗ്രാംസിൽ എടുക്കണം. അപ്പോൾ 0.4 വിൽ ബി ഈക്വൽ ടു KF. KFൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ നമുക്കത് റീഅറേഞ്ച് ചെയ്യാം. KF വിൽ ബി ഈക്വൽ ടു 0.4 multiplied by molecular mass into weight of solute divided by weight of solvent divided by weight of solute denominator തന്നെ 1000.
അപ്പോൾ 0.4 multiplied by molar mass of the solute 256 into weight of solvent 50 divided by weight of solute 1 gram and 1000. ഇത് ചെയ്ത് വരുമ്പോഴേക്കും 1000 by 50 by 1000 0 കളയാം. സോ 5 by 100 5 by 100 കഴിഞ്ഞ് ഇത് 20 എന്ന് കിട്ടും. 20യും 0.4 ഡിവൈഡ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 0.2 ഇത് 10 എന്ന് വരും. അപ്പോൾ 2 × 256 എന്ന് പറയുമ്പോഴേക്കും 512 ഡിവൈഡഡ് ബൈ 10 51.2 വരും. 51.2 ഇവിടെ ഒരു ഡെസിമലും കൂടെ ഉള്ളതുകൊണ്ട് 5.12 കെൽവിൻ കിലോഗ്രാം പെർ മോൾ എന്ന് വരും. Kelvin kilogram per mole എന്ന് വരും. So 5.12 Kelvin kilogram per mole. First option. Hope you got it. നമുക്ക് 66th question നോക്കാം. Consider the following elements: indium, thallium, aluminum, lead, tin and germanium. P block ആയിരിക്കും. The most stable oxidation state of the element with the highest and lowest first ionization enthalpies respectively are. അപ്പം ക്വസ്റ്റ്യൻ അത് ചോദിച്ചിരിക്കുന്നത് തന്നിരിക്കുന്ന എലമെൻറ്റിൽ ആർക്കാണ് ഹയസ്റ്റ് ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി ഉള്ളത്, ആർക്കാണ് ലോവസ്റ്റ് ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി ഉള്ളത്, അവരുടെ രണ്ടുപേരുടെയും സ്റ്റേബിൾ ആയിട്ടുള്ള ഓക്സിഡേറ്റീവ് സ്റ്റേറ്റുകൾ ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ തന്നിരിക്കുന്ന എലമെൻറ്റ് ഇന്ത്യം, താലിയം, അലുമിനിയം, ലെഡ്, ടിൻ ആൻഡ് ജർമേനിയം. ഇതിൽ ഹയസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി, ഫസ്റ്റ് ഹയസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി ഉള്ളയാൾ, ഹയസ്റ്റ് IE1 ഉള്ളയാൾ ജർമേനിയമാണ്. അതേപോലെ തന്നെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യം, താലിയം, അലുമിനിയം, ലെഡ്, ടിന്ന് അതിൽ ഇന്ത്യ. ലോവസ്റ്റ് ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി ഉള്ളയാൾ ഇന്ത്യ. അപ്പോൾ ഫസ്റ്റ് ഹയസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി ഉള്ളയാൾ ജർമേനിയം ആൻഡ് ലോവസ്റ്റ് ഫസ്റ്റ് അയണൈസേഷൻ താല്പര്യമുള്ളയാൾ ഇന്ത്യ. ജർമേനിയത്തിൻ്റെ സ്റ്റേബിൾ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ്, മോസ്റ്റ് സ്റ്റേബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ +4ഉം, ഇന്ത്യത്തിൻ്റെ മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ +1 ആയിരിക്കും. +1 കാരണം ഇത് ബോറോൺ ഫാമിലിയാണ്. താഴേക്ക് വരുന്നതും +1 ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ സ്റ്റെബിലിറ്റി കൂടും. ജർമേനിയം കാർബൺ ഫാമിലിയിൽ വരുന്നയാളാണ്. മേലെ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ സ്റ്റെബിലിറ്റി ആയിരിക്കും കൂടുതലായിട്ടുണ്ടാവുക. അങ്ങനെയെങ്കിൽ 66th ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ 3 വരും. +4ഉം +1ഉം. +4 corresponds to the germanium because they have this highest first ionization enthalpy, and +1 corresponds to indium which has the lowest first ionization enthalpy. So option 3 ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരും. 66th ക്വസ്റ്റ്യൻ ഓപ്ഷൻ 3 ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരണം. 67th ക്വസ്റ്റ്യൻ നോക്കാം. 67th ക്വസ്റ്റ്യൻ, the correct order of stability of the following carbocations. 4 കാർബോകാറ്റോണുകളെ തന്നിട്ടുണ്ട്. 4 കാർബോകാറ്റോണിൻ്റെ സ്റ്റെബിലിറ്റി ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ട്രൈഫിനൈൽ മീഥൈൽ കാറ്റയോൺ റെസണൻസ് കാരണം സ്റ്റെബിലൈസ്ഡ് ആണ്. ട്രൈഫിനൈൽ ആയിരിക്കും ഡൈഫിനൈലിനെക്കാട്ടിലും മോർ സ്റ്റേബിൾ. അപ്പോൾ A ഈസ് മോർ സ്റ്റേബിൾ ദാൻ B. വൈ? ബിക്കോസ് 3 ബെൻസീൻ റിങ്സ് ഉണ്ട്, കുറച്ചുകൂടെ കോൺജുഗേഷൻ കൂടുതലായിരിക്കും, സ്റ്റെബിലിറ്റി കുറച്ചുകൂടെ കൂടുതലായിരിക്കും. 2 ബെൻസീൻ റിംഗ് ഉള്ളപ്പം അത്രയും കോൺജുഗേഷൻ കാണത്തില്ല, കോൺജുഗേഷൻ കുറച്ചുകൂടെ കുറഞ്ഞു, അപ്പോൾ സ്റ്റെബിലിറ്റിയിൽ ഒരു ചെറിയ വ്യത്യാസം വന്നു. മൂന്നാമത് കിടക്കുന്നയാൾ ട്രൊപ്പീലിയം കാറ്റയോൺ ആണ്. ആ ട്രൊപ്പീലിയം കാറ്റയോൺ ഒരു പ്രത്യേകതയുണ്ട്, അത് സൈക്ലിക് ആണ്, പ്ലാനാർ ആണ്, കോൺജുഗേറ്റഡ് ആണ്, ആൻഡ് ഇറ്റ് പോസസ് 4n+2 പൈ ഇലക്ട്രോൺ. 6 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. 4n+2 പൈ ഇലക്ട്രോൺ സിസ്റ്റം ആണുള്ളത്. ആ 4n+2 പൈ ഇലക്ട്രോൺ സിസ്റ്റം ഉണ്ടെങ്കിൽ അവരെന്തായിരിക്കും? ആരോമാറ്റിക് ആയിരിക്കും. ആൻഡ് ആരോമാറ്റിക് ആയിട്ടുള്ള ആൾക്ക് ഒരു എക്സെപ്ഷണൽ സ്റ്റെബിലിറ്റി വരും. സോ എനേക്കാട്ടിലും ബീനേക്കാട്ടിലും സ്റ്റേബിൾ ആയിരിക്കും സി എന്ന് പറയുന്നയാൾ. എനേക്കാട്ടിലും ബീനേക്കാട്ടിലും സ്റ്റേബിൾ ആയിരിക്കും സി എന്ന് പറയുന്നയാൾ. സോ സി കഴിഞ്ഞ് എ കഴിഞ്ഞ് ബി വരും. ബി കഴിഞ്ഞിട്ടേ ആര് വരത്തുള്ളൂ? ഡി വരത്തുള്ളൂ. ആകെ ഡിക്ക് അവിടെയുള്ള സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഹൈപ്പർ കോൺജുഗേഷൻ കൊണ്ടുള്ള സ്റ്റെബിലിറ്റി മാത്രമാണ് ഡിക്ക് ഉള്ളത്. ഡിക്ക് ഹൈപ്പർ കോൺജുഗേഷൻ കൊണ്ടുള്ള സ്റ്റെബിലിറ്റി മാത്രമേ ഡിക്ക് അവിടെ ഉള്ളൂ. സോ 67th CABD വരും. CABD വരും. യെസ്, 4th ഓപ്ഷൻ വരും. 67th ഓപ്ഷൻ 4 വരും. ഓപ്ഷൻ 4. So 67th, I hope you got it. 67th question. Let's see the 68th question.
the compound that produce carbon dioxide with the aqueous sodium bicarbonate solution. So bicarbonate test പോസിറ്റീവ് ആയിട്ട് തരുന്നവർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബൈകാർബോണേറ്റ് ടെസ്റ്റ് പോസിറ്റീവ് ആയിട്ട് ആരൊക്കെ തരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇനി കാർബോക്സിലിക് ആസിഡും ബൈകാർബണേറ്റ് ടെസ്റ്റ് പോസിറ്റീവായിട്ട് തരുന്നയാളാണ്. സോ ബെൻസോയിക് ആസിഡ് ആയാലും അസറ്റിക് ആസിഡ് ആയാലും ഫോമിക് ആസിഡ് ആയാലും ഒക്കെ ഈ ടെസ്റ്റ് പോസിറ്റീവായിട്ട് തരുന്നവരാണ്. സോ കാർബോക്സിലിക് ആസിഡ് ഉറപ്പായിട്ട് ടെസ്റ്റ് പോസിറ്റീവായിട്ട് തരും. പക്ഷേ നമ്മൾ ഫീനോളും കാർബോക്സിലിക് ആസിഡിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഈ ബൈകാർബണേറ്റ് ടെസ്റ്റ്. അപ്പോൾ ഫീനോൾ തരത്തില്ല. പക്ഷേ ഫീനോളിൻ്റെ 2 ഡെറിവേറ്റീവ്സുകൾ ഈ ടെസ്റ്റ് പോസിറ്റീവായിട്ട് തരും. അതിലൊന്നാണ് ഡൈനൈട്രോഫീനോളും 2 ട്രൈനൈട്രോഫീനോളും 2,4,6 ട്രൈനൈട്രോഫീനോൾ. ആ 2,4,6 ട്രൈനൈട്രോഫീനോൾ അറിയപ്പെടുന്ന ഒരു ഓൾട്ടർനേറ്റീവ് നെയിമാണ് പിക്രിക് ആസിഡ്. സോ പിക്രിക് ആസിഡ് തന്നിട്ടുണ്ട്. സി എന്ന് പറയുന്ന ആൾ പിക്രിക് ആസിഡാണ്. 2,4,6 ട്രൈനൈട്രോഫീനോൾ ആണ്. സോ അവർ മോർ അസിഡിക് ആണ്. സോ കാർബോക്സിലിക് ആസിഡിനെ പോലെ തന്നെ അവർക്കും ബൈകാർബണേറ്റ് ടെസ്റ്റ് പോസിറ്റീവായിട്ട് തരാൻ പറ്റും. അതിൻ്റെ PK വാല്യൂ അത്രയ്ക്ക് കുറവാണ്. അസിഡിക് സ്ട്രെങ്ത് കൂടുതലാണ്. ആൻഡ് ഓപ്ഷൻ ഡി നോക്കുകയാണെങ്കിൽ ഡി തന്നിരിക്കുന്നത് ഒരു കാർബോക്സിലിക് ആസിഡിനെ തന്നെ. കാർബോക്സിലിക് ആസിഡ് ആണോ ഉറപ്പായിട്ടും ബൈകാർബണേറ്റ് ടെസ്റ്റ് തന്നിരിക്കും. കാർബോക്സിലിക് ആസിഡുകൾ ബൈകാർബണേറ്റ് ടെസ്റ്റ് പോസിറ്റീവായിട്ട് തന്നിരിക്കും. പക്ഷേ ലാസ്റ്റ് വൺ ഈ തന്നിരിക്കുന്ന ഒരു ഫീനോളാണ് വിത്ത് ആൻ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആകുമ്പോൾ അസിഡിക് സ്ട്രെങ്ത് കുറയ്ക്കത്തേ ഉള്ളൂ. അസിഡിക് സ്ട്രെങ്ത് കുറഞ്ഞു പോകും. അപ്പോൾ ബൈകാർബണേറ്റ് ടെസ്റ്റ് തരത്തില്ല. അപ്പം ബൈകാർബണേറ്റ് ടെസ്റ്റ് തരുന്നവരുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് 3 പേരുണ്ട്. എയും സിയും ഡിയും ഉണ്ട്. 68th ക്വസ്റ്റ്യൻ്റെ എയും സിയും ഡിയും. സി ആൻഡ് ഡി ഉള്ളി. സോ 68th ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ 3 വരും. 68th ക്വസ്റ്റ്യൻ ഓപ്ഷൻ 3. Hope you got it. Let's see the 69th question. Which of the following oxidation reactions are carried out by both potassium dichromate and potassium permanganate in acidic media? The following oxidation reactions are carried out by both potassium dichromate and potassium permanganate in acidic media. 2 പേരെ പറഞ്ഞിട്ടുണ്ട്. ഡൈക്രോമേറ്റും പെർമാംഗനേറ്റും റിയാക്ട് ചെയ്യുകയും വേണം, അസിഡിക് മീഡിയയിൽ തന്നെ വേണം ഇത് സംഭവിക്കാനും. അങ്ങനെയെങ്കിൽ തന്നിരിക്കുന്ന റിയാക്ഷൻസിൽ ഡൈക്രോമേറ്റും പെർമാംഗനേറ്റും 2 പേർക്കും ഓക്സിഡൈസ് ചെയ്യാൻ പറ്റുന്ന റിയാക്ഷൻ അല്ലെങ്കിൽ കാറ്റലൈസ് ചെയ്യാൻ പറ്റുന്ന റിയാക്ഷൻ ഏതാണ്? അതുകൂടാതെ അത് അസിഡിക് മീഡിയയിൽ തന്നെ നടക്കുകയും വേണം. ഏതൊക്കെയാണ്? അയഡൈഡിനെ അയഡിനാക്കാനായിട്ട് ഡൈക്രോമേറ്റിനും പെർമാംഗനേറ്റിനും അസിഡിക് മീഡിയയിൽ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും പറ്റും. അതാണ് നമ്മൾ അയോഡോമെട്രിയിൽ നമ്മൾ ചെയ്യുന്ന അയോഡോമെട്രിയിൽ നമ്മൾ ചെയ്യുന്ന സാധനം അതാണ്. സോ അയഡൈഡിനെ അയഡിനാക്കി മാറ്റുന്ന റിയാക്ഷനാണ് നമ്മൾ അയോഡോമെട്രിയിൽ ചെയ്യുന്നത്. പോസിബിൾ ആണ്. അതുപോലെ ഡൈക്രോമെട്രിയിലും ഇത് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അസിഡിക് മീഡിയയിൽ സംഭവിക്കും. അയഡൈഡ് അയഡിനായിട്ട് മാറും. അതുപോലെ തന്നെ സൾഫൈഡിനെ എലമെൻ്റൽ സൾഫറാക്കി മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അവർക്ക് 2 പേർക്കും പറ്റും. ഡൈക്രോമേറ്റിനായാലും പെർമാംഗനേറ്റിനായാലും അസിഡിക് മീഡിയയിൽ ഇത് പോസിബിൾ ആണ്. ഫെറസിനെ ഫെറിക്കാക്കാൻ 2 പേർക്കും അസിഡിക് മീഡിയയിൽ വിചാരിച്ചാൽ പറ്റും. അതാണ് നമ്മൾ മോർസോൾട്ടിൻ്റെ കേസിൽ നമ്മൾ ചെയ്യാറ്. പെർമാംഗനോമെട്രിയിൽ മോർസോൾട്ടിൻ്റെ കേസിൽ ചെയ്യുന്ന ഈ കാര്യമാണ്. അത് പോസിബിൾ ആണ്. അതുപോലെ ഫെറസ് ഓക്സലേറ്റ് എടുത്താലും ഇത് സംഭവിക്കാറുണ്ട്. അസിഡിക് മീഡിയയിൽ. അപ്പം അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അയഡൈഡിനെ അയോഡേറ്റ് ആക്കി IO3 മൈനസ് ആക്കാനായിട്ട് പറ്റുമോ? IO3 മൈനസ് ആക്കാനായിട്ട് പറ്റത്തില്ല. അതിന് ആൽക്കലൈൻ മീഡിയ വേണം. ആൽക്കലൈൻ മീഡിയയിലേ ഇത് സംഭവിക്കത്തുള്ളൂ. അയഡൈഡ് അയഡിനായിട്ട് മാറത്തുള്ളൂ. ആൽക്കലൈൻ മീഡിയയിലേ സംഭവിക്കത്തുള്ളൂ. അതുപോലെ സൾഫേറ്റ് ആയിട്ട് മാറണമെങ്കിലും ആൽക്കലൈൻ മീഡിയ വേണം. അസിഡിക് മീഡിയയിൽ ഇത് സംഭവിക്കത്തില്ല. സൾഫേറ്റ് ആയിട്ട് മാറണമെങ്കിൽ ആൽക്കലൈൻ മീഡിയ വേണം. സോ ഡിയും ഇയും പറ്റത്തില്ല. പക്ഷെ പറ്റുന്നത് ABC ആയിരിക്കും പറ്റുന്നത്. സോ ചൂസ് ദി കറക്റ്റ് ആൻസേഴ്സ് ഫ്രം ദി ഓപ്ഷൻസ് ഗിവൺ ബിലോ. അങ്ങനെയെങ്കിൽ കറക്റ്റായിട്ട് പറ്റുന്ന ഏതൊക്കെയാണ്? A, B, C ആണ് പറ്റുന്നത്. A, B, C. സോ ഓപ്ഷൻ 3 വരും. 69th ക്വസ്റ്റ്യൻ ഓപ്ഷൻ 3 വിൽ ബി എ കറക്റ്റ് ആൻസർ. 70th ക്വസ്റ്റ്യൻ നോക്കാം. 70th ക്വസ്റ്റ്യൻ. Given below are 2 statements. Statement 1, D-glucose pentacetate reacts with the 2,4-dinitrophenylhydrazine. Correct ആണോ? D-glucose pentacetate കറക്റ്റ് ആണോ? ഒരിക്കലും കറക്റ്റ് അല്ല. കാരണം പെൻറ്റാസറ്റേറ്റ് D-glucose 2,4-dinitrophenylhydrazine ഫോർമേഷൻ തരത്തുമില്ല. ഇനി അത് പെൻറ്റാസറ്റേറ്റ് ആണെങ്കിലും അതിൻ്റെ കാർബണൈൽ ഗ്രൂപ്പ് ഫ്രീ ആയിട്ടല്ല നിൽക്കുന്നത്. സോ കാർബണൈൽ ഗ്രൂപ്പ് ഫ്രീ അല്ലാത്തടത്തോളം കാലം കാർബണൈൽ ഗ്രൂപ്പുകളുടെ ചില ക്യാരക്ടറിസ്റ്റിക് റിയാക്ഷൻസ് ഒന്നും ഇവർക്ക് തരാനായിട്ട് പറ്റത്തില്ല. അതുപോലെ പെൻറ്റാസറ്റേറ്റ് ഓക്സൈൻ ഫോർമേഷൻ തരില്ല, കാരണം കാർബണൈൽ ഗ്രൂപ്പ് ഫ്രീ അല്ല. സോ ഓക്സൈൻ ഫോർമേഷൻ തരുന്നില്ലെങ്കിൽ കാർബണൈൽ ഗ്രൂപ്പ് ഫ്രീ അല്ല. അതുകൊണ്ട് തന്നെ ഹൈഡ്രസീൻ ഫോർമേഷനും അതിന് തരാനായിട്ട് പറ്റത്തില്ല. ബിക്കോസ് ദ കാർബണൈൽ ഗ്രൂപ്പ് ഈസ് നോട്ട് ഫ്രീ in case of D-glucose pentacetate. So statement 2 അവർ റിയാക്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ
ഹൈഡ്രസീനുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രസോൺ ഫോർമേഷൻ തരത്തില്ല. ഡി ഗ്ലൂക്കോസ് പെൻറ്റാസെറ്റ് റിയാക്ട്സ് വിത്ത് 2,4-ഡൈനൈട്രോഫിനൈൽ ഹൈഡ്രസീൻ റിയാക്ട് ചെയ്ത് ഹൈഡ്രസോൺ ഫോർമേഷൻ ഒരിക്കലും നടക്കത്തില്ല. നടക്കില്ല. സ്റ്റേറ്റ്മെൻറ്റ് 1 തെറ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2, സ്റ്റാർച്ച് ഓൺ ഹീറ്റിംഗ് വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 2 to 3 അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്രൊഡ്യൂസ് ഗ്ലൂക്കോസ്. അത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ദാറ്റ് ഈസ് ദ ഇൻഡസ്ട്രിയൽ ഓർ ദ കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷൻ ഓഫ് ഗ്ലൂക്കോസ്. കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷൻ ഓഫ് ഗ്ലൂക്കോസ് ശരിക്കും ഈ ടെക്നിക്കാണ്, സ്റ്റാർച്ചിനെ ഹൈഡ്രലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റാണ്, ബട്ട് നോട്ട് സ്റ്റേറ്റ്മെൻറ്റ് 1. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഇൻകറക്റ്റ് ഓർ ഫോൾസ്, ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഫോൾസ്, ബട്ട് 2 ഈസ് ട്രൂ. 70th ക്വസ്റ്റ്യൻ. ആൻഡ് 71st ക്വസ്റ്റ്യൻ തൊട്ട് 75th ക്വസ്റ്റ്യൻ വരെ 5 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റീജർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇൻറ്റീജർ ടൈപ്പ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് സെക്ഷൻ ബി നോക്കാം. ഇൻറ്റീജർ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഗിവൺ ബിലോ is the plot of molar conductivity versus concentration for KCl in aqueous solution. സോ ഒരു ഗ്രാഫ് ഒക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. മോളാർ കണ്ടക്ടിവിറ്റിയും കോൺസെൻട്രേഷൻ, റൂട്ട് ഓഫ് കോൺസെൻട്രേഷനും ഒരു ഗ്രാഫൊക്കെ തന്നിട്ടുണ്ട്. ഫോർ KCl ആണ് തന്നിരിക്കുന്നത്. ആൻഡ് ഇഫ് ഫോർ ദി ഹയർ കോൺസെൻട്രേഷൻ ഓഫ് KCl സൊല്യൂഷൻ ദ റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടിവിറ്റി സെൽ ഈസ് 100 ohm. അതായത് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ്റെ റെസിസ്റ്റൻസ് ആണ് 100 ohm എന്ന് പറയുന്നത്. ദെൻ ദ റെസിസ്റ്റൻസ് ഫോർ ദ സെയിം സെൽ വിത്ത് ദ ഡൈലൂട്ട് സൊല്യൂഷൻ ഈസ് x ohm. ദ വാല്യൂ ഓഫ് എക്സ് ഈസ്, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ. കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ്റെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ഡൈലൂട്ട് സൊല്യൂഷൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ρL/A ആണ്. ρL/A ആണ് നമുക്കറിയാം. അപ്പോൾ ഇതിൽ നമ്മൾ കാപ്പ കണ്ടക്ടിവിറ്റി കാപ്പ എഴുതുകയാണെങ്കിൽ കാപ്പ G ഇൻറ്റു G സ്റ്റാർ എന്നുള്ള റെപ്രസെൻറ്റേഷൻ എഴുതി കഴിഞ്ഞാൽ അതിൽ G സ്റ്റാർ ആണ് നമ്മുടെ സെൽ കോൺസ്റ്റൻറ്റ്. G സ്റ്റാർ സെൽ കോൺസ്റ്റൻറ്റ് ദാറ്റ് വിൽ ബി L/A എന്ന് വരും. G സ്റ്റാർ എന്ന് പറയുന്ന സാധനം L/A ആണ് നമ്മുടെ സെൽ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നതാണ്. അപ്പോൾ G ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ G എന്ന് പറയുന്നയാൾ ശരിക്കും കാപ്പ ആരാണ്? കാപ്പ എന്ന് പറയുന്നയാൾ ശരിക്കും 1/ρ ആണ്. റെസിസ്റ്റിവിറ്റിയുടെ ഇൻവേഴ്സ് ആണ് കാപ്പ എന്ന് പറയുന്നത്. അപ്പം G എന്ന് പറഞ്ഞ ഈ ഇക്വേഷൻ നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഈ ഇക്വേഷൻ മേലത്തെ ഇക്വേഷനും താഴത്തെ ഇക്വേഷനും കൂടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് ശരിക്കും 1/r ആണ്. ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1/r വരും. അപ്പോൾ ജിയുടെ വാല്യൂ 1/r ആണെങ്കിൽ നമുക്ക് മറ്റൊരു എക്സ്പ്രഷൻ അറിയാം. അപ്പോൾ കാപ്പായും ആറും തമ്മിലുള്ള റിലേഷൻഷിപ്പായി. ഓക്കെ, അപ്പോൾ കാപ്പായി ആർ. അപ്പോൾ ഇതെല്ലാം കോൺസ്റ്റൻ്റ് അല്ലേ, സെൽ കോൺസ്റ്റൻ്റ് ആണ്. G സ്റ്റാർ അപ്പോൾ കോൺസ്റ്റൻറ്റ്. അപ്പോൾ കെയും ജിയും കൂടെ നോക്കുകയാണെങ്കിൽ G വിൽ ബി 1/r ആണ്. G എന്ന് പറയുന്നത് 1/r. അപ്പോൾ K ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r എന്ന് എനിക്ക് പറയാം. K ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r എന്ന് എനിക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ നമ്മുടെ കോൺസെൻട്രേഷൻസ് വ്യത്യാസം വരുത്തുകയാണെങ്കിൽ എനിക്ക് KC/ ക്വസ്റ്റ്യൻ നോക്കാം. കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനും ഡൈലൂട്ട് സൊല്യൂഷനും. ഓക്കെ, KC/KD. ഞാൻ KC കോൺസെൻട്രേറ്റഡും KD ഡൈലൂട്ടിനും എടുക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു R ഡൈലൂട്ട്, റെസിസ്റ്റൻസ് ഓഫ് ദ ഡൈലൂട്ട് സൊല്യൂഷൻ ബൈ റെസിസ്റ്റൻസ് ഓഫ് ദി കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് വരും. അപ്പോൾ നമുക്ക് ആ വാല്യൂ അവിടെ കൊടുക്കുകയാണെങ്കിൽ തന്നിരിക്കുന്നത് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ്റെ റെസിസ്റ്റൻസ് ആണെങ്കിൽ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ്റെ റെസിസ്റ്റൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ KC ഡിവൈഡഡ് ബൈ KD ഈക്വൽ ടു RD ഡിവൈഡഡ് ബൈ 100 ohm. അപ്പോൾ നമുക്ക് KCയും KDയും വേണം. അത് രണ്ടും വേരിയബിൾ, RDയും വേരിയബിൾ. RD ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം. അപ്പോൾ എന്ത് ചെയ്യും? KCയും KDയും. അവിടെയാണ് നമുക്ക് കണ്ടക്ടിവിറ്റി വെച്ചിട്ട് മോളാർ കണ്ടക്റ്റൻസ് വെച്ചിട്ട് കാപ്പായ്ക്ക് ഒരു റിലേഷൻ ഉണ്ട്. ലാംഡ M ഈക്വൽ ടു കാപ്പ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ C എന്ന് എടുക്കാം. ലാംഡ ഈക്വൽ ടു കാപ്പ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ C എടുക്കാം. അല്ലെങ്കിൽ ലാംഡ ഇസ് പ്രൊപ്പോർഷണൽ ടു K/C എന്നുള്ള റിലേഷൻ വരും. K/C ഓർ K ഈസ് പ്രൊപ്പോർഷണൽ ടു ലാംഡ M ഇൻറ്റു C എന്ന് വരും. അപ്പോൾ നമുക്കത് ഇവിടെ കൊടുക്കാം. ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ലാംഡ M ഇൻറ്റു C ഫോർ എ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഡിവൈഡഡ് ബൈ ലാംഡ M ഇൻറ്റു C ഫോർ എ ഡൈല്യൂട്ട് സൊല്യൂഷൻ ഈക്വൽ ടു RD ഡിവൈഡഡ് ബൈ 100. അപ്പോൾ നമുക്കെല്ലാം പരിഹരിച്ചു. കാരണം നമുക്കൊരു ഗ്രാഫ് വന്നിട്ടുണ്ട്. ഗ്രാഫിൽ ലാംഡ എമ്മിൻ്റെയും സിയുടെയും വാല്യൂ ഉണ്ട്. വാല്യൂ നമുക്ക് ഗ്രാഫിൽ നിന്ന് എടുക്കാം. നിങ്ങൾക്ക് 100ഉം 0.1 എടുക്കണമെങ്കിൽ എടുക്കാം, 150
0.15 എടുക്കാം. അപ്പോൾ ഒന്ന് കോൺസെൻട്രേറ്റഡും ഒന്ന് ഡൈല്യൂട്ടഡും ആയിരിക്കും. സോ 100 കണ്ടക്റ്റൻസ് ആയിട്ട് നിൽക്കും, 100 മോളാർ കണ്ടക്ടിവിറ്റി ആയിട്ട് നിൽക്കുമ്പം 0.15 ആണ് റൂട്ട് സി എന്ന് പറയുന്നത്. സോ ഡൈല്യൂട്ട് ഏതാ കോൺസെൻട്രേറ്റഡ് ആണെന്ന് വെച്ചാൽ 0.1, റൂട്ട് സി 0.1 ഡൈല്യൂട്ടഡും ദെൻ റൂട്ട് സി 0.15 എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനുമാണ്. എനിക്ക് പക്ഷേ അവിടെ വേണ്ടത് ആരെയാന്ന് നോക്കി, ഇക്വേഷനകത്ത് വേണ്ടത് സീനെയാണ്. അവിടെ എനിക്ക് തന്നിരിക്കുന്നത് റൂട്ട് സീനെ. അപ്പം ഞാനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ലാംഡ എം 100 ആയിട്ടിരിക്കുമ്പോൾ സിയുടെ വാല്യൂ, റൂട്ട് സിയുടെ വാല്യൂ എന്ന് പറയുന്നതാണ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനെ സംബന്ധിച്ച് റൂട്ട് സി 0.15 പക്ഷേ എനിക്ക് സി ആണ് വേണ്ടത്. സി വേണ്ടപ്പോൾ ഞാൻ ഇതിനെ സ്ക്വയർ ചെയ്യും ഡിവൈഡഡ് ബൈ ലാംഡ എം. ഡൈല്യൂട്ടഡ് ആകുമ്പോഴേക്കും അതിൻ്റെ കണ്ടക്ടിവിറ്റി, മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് 150 വരും. 150 മൾട്ടിപ്ലൈഡ് ബൈ സി ആണ് വേണ്ടത്. അവിടെ ഗ്രാഫിൽ തന്നിരിക്കുന്നത് റൂട്ട് സി ആണ്. അപ്പം ഞാൻ അതിൻ്റെ സ്ക്വയർ എടുക്കും, 0.1ൻ്റെ സ്ക്വയർ എടുക്കും. 0.1ൻ്റെ സ്ക്വയർ ദാറ്റ് വിൽ ബി ആർ ഡി ഡിവൈഡഡ് ബൈ 100. സീറോസ് ഒക്കെ കട്ട് ചെയ്യാം. ദെൻ ആർ ഡി വിൽ ബി ഈക്വൽ ടു 0.0225 എന്ന് വരും അല്ലേ. 0.0225 എന്ന് വരും. ഇതാണ് 0.01 എന്ന് വരും. 0.01 എന്ന് വരും. മൾട്ടിപ്ലൈഡ് ബൈ 100 മൾട്ടിപ്ലൈഡ് ബൈ 10 ഡിവൈഡഡ് ബൈ 15 വരും. 15. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ആർ ഡിയുടെ വാല്യൂ 150 ഓം എന്ന് കിട്ടും. 150 ഓം എന്ന് കിട്ടും. സോ ഡൈല്യൂട്ട് സൊല്യൂഷൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 150 ഓം ആയിരിക്കും. 150 ഓം. ഇലക്ട്രോ കെമിസ്ട്രി നല്ലൊരു ക്വസ്റ്റൻ ആയിരുന്നു, അത്യാവശ്യം ചെയ്യാനായിട്ടുണ്ടെങ്കിൽ നല്ലൊരു ക്വസ്റ്റൻ ആയിരുന്നു ഇലക്ട്രോ കെമിസ്ട്രി ഉണ്ടായിരുന്നത്. നിങ്ങൾ നന്നായിട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ഒന്ന് കണ്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 72, ക്വസ്റ്റ്യൻ നമ്പർ 72. Quantitative analysis of an organic compound X shows the following percentage composition. So the compound contains carbon, chlorine, hydrogen and oxygen in the respective percentages 14.5, 64.46 and 64.46, 1.8 and 19.24. Empirical formula mass of the compound X is, അതാ ചോദ്യം. എംപെരിക്കൽ ഫോർമുല മാസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ വെച്ച് എംപെരിക്കൽ ഫോർമുല കണ്ടുപിടിക്കാനായിട്ട് കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ഇവരെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാർബണിൻ്റെ പെർസെൻറ്റേജ് 14.5, ഹൈഡ്രജൻ്റേത് 1.8, ക്ലോറിൻ്റേത് 64.46, ഓക്സിജൻ്റേത് 19.24. നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ ഇവരുടെ അറ്റോമിക് മാസ് കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. സോ 14/12 കാർബണിൻ്റെ 12, ഹൈഡ്രജൻ്റെ 1, ക്ലോറിൻ്റേത് 35.5, ഓക്സിജൻ്റേത് 16 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ. അങ്ങനെ ഡിവൈഡ് ചെയ്ത് വരുമ്പോഴേക്കും നിങ്ങൾക്ക് 14.5/12 ഈ റേഷ്യോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് റേഷ്യോ എന്ന് പറയുന്നത് ചെയ്ത് വരുമ്പോൾ കിട്ടാൻ പോകുന്നത് 1.2, ഇത് 1.8, 1.8, ഇത് 1.2. ഇതാ റേഷ്യോ വരുന്നത്. അപ്പോൾ ഇതിനെ സ്മോളസ്റ്റ് ഓഫ് ദീസ് ഈ ഉള്ളതിൽ ഏറ്റവും ചെറിയ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ 1.2/1.2, 18/1.2, 1.8/1.2, 1.2/1.2. സോ റേഷ്യോസ് വരാൻ പോകുന്നത്, കാർബണിൻ്റെ റേഷ്യോ വരാൻ പോകുന്നത് 1:2, ഹൈഡ്രജൻ്റേത് വരാൻ പോകുന്നത് 18/12. 18/12 എന്ന് പറയുമ്പോഴേക്കും 6 കൊണ്ട് ക്രോപ്പ് ചെയ്യുകയാണെങ്കിൽ 3/2 എന്ന് വരും. സോ 2 കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 2:3:3:2 എന്ന് വരും. സോ ദ എംപെരിക്കൽ ഫോർമുല വിൽ ബി ഈക്വൽ ടു C2H3Cl3O2 എന്ന് വരും. C2H3Cl2O2 എന്ന് വരും. Cl3O2 എന്ന് വരും. So empirical formula mass will be equal to 2 into 12 plus 3 into 1 plus 3 into 35.5 plus 2 into 16. So ഇത്രയും കൂട്ടി വരുമ്പോൾ കിട്ടേണ്ടത് 24 plus 3 plus this is somewhere around 106.5. I hope
106.5, yes, 35 into 3 is 105, 105 plus 1.1, yes, and 32. ഇതെല്ലാം കൂടെ കൂട്ടി വരുമ്പോഴേക്കും നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 165.5. സോ റൗണ്ട് ഓഫ് ചെയ്യരുത് നിയറസ്റ്റ് ഇൻറ്റീജറിലേക്ക്. ക്വസ്റ്റൻ അത് റിപ്പോർട്ട് ചെയ്യാൻ എങ്ങനെ ചോദിച്ചിരിക്കുന്നത് നോക്കട്ടെ. റിപ്പോർട്ട് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഡാഷ് ഇൻറ്റു 10 to the power -1 എന്നാണ്. അപ്പോൾ ഇതിനെ സംതിങ് ഇൻറ്റു 10 to the power -1 എന്ന് എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ 1655 into 10 to the power -1 എന്ന് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ 1655 എന്നായിരിക്കും ആൻസർ വരുന്നത്. 1655. 72. 73rd ക്വസ്റ്റ്യൻ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ ഇതും ബേസിക് കോൺസെപ്റ്റിലെ ഒരു ക്വസ്റ്റ്യനാണ്. ബേസിക് കോൺസെപ്റ്റ് വെച്ചിട്ടൊരു ക്വസ്റ്റ്യനാണ്. ടൈം കൺസ്യൂമിംഗ് ആണെന്ന് വെച്ചാൽ റേഷ്യോസ് പെട്ടെന്ന് ചെയ്യേണ്ട ഒരാൾക്ക് പെട്ടെന്ന് ചെയ്യാമായിരുന്നു. ഓക്കെ, നമുക്ക് 73rd ക്വസ്റ്റ്യൻ നോക്കാം. 73rd. The molarity of a 70% aqueous solution of monobasic acid X is dash into 10 to the power -1 molar. Density of the aqueous solution is provided 1.25 gram per mole. സോ നമുക്ക് മൊളാരിറ്റി കണ്ടുപിടിക്കണം. നമുക്ക് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. പെർസെൻറ്റേജ് തന്നിരിക്കുന്നതോ ഏത് പെർസെൻറ്റേജാണ്? വെയ്റ്റ് ബൈ വെയ്റ്റ് ആണ് തന്നിരിക്കുന്നത്. കാരണം ക്വസ്റ്റ്യനിൽ ഡെൻസിറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ വെയ്റ്റ് ബൈ വെയ്റ്റ് ആണ് തന്നിട്ടുണ്ടാവുക. സോ ദാറ്റ് വിൽ ബി 70%. 70%. So 70% means 70 gram solute in 100 gram solution. So first of all you have to convert. So you have the weight of the solute and weight of the solution. So convert the weight of the solution into volume of the solution. So 100 gram density is given. So we know that density equal to mass by volume. So volume will be mass by density. Mass by density. So mass is 100. 100 divided by density is 1.25. So that will be 80 ml. 80 ml. So 80 ml is your volume. 80 ml. So now we have 70 grams in 80 ml solution. So weight of the solute is here, volume of the solution is there. So molarity will be equal to, molarity is given mass divided by molar mass into 1000 by volume in ml. So given mass is 70 by molar mass is 70 gram per mole. It's provided, right? 70 gram per mole multiplied by 1000 divided by volume is 80. 7. So 100 by 8 will be 12.5 molar. 12.5 molar. 12.5 molar. So you have been asked to report it as 10 to the power -1 molar. 10 to the power -1 molar will be 125 into 10 to the power -1 molar. Answer will be 125. 125. So 73rd question 125. 125. 73rd question. So hope you got it. It's from an organic chemistry haloalkane, halogens, I hope. So considering the following sequence of reaction, not only haloalkane, I think some chapters are, it's a mixed concept question. Consider the following sequence of reactions. The chlorobenzene, first of all treated with the magnesium in dry ether. What happens if chlorobenzene treated with the magnesium in dry ether is, they will get converted into phenyl magnesium chloride. Phenyl magnesium chloride, which is then treated with the carbon dioxide. That's not carbon dioxide, solid carbon dioxide. So that will be dry ice. So this is Grignard reagent dry ice method. So when this Grignard reagent dry ice method is used, this phenyl carbanion attacks on the carbon dioxide, so that a carboxylate is formed, which on acidification is going to give you carboxylic acid, benzoic acid. So this is benzoic acid. This benzoic acid is treated with ammonia, so that ammonia is a base, carboxylic acid is an acid. So ammonium salt will be obtained. This ammonium salt is then heated. Ammonium salt is heated. So when ammonium salt is heated,
this dehydration happens so that an amide will be formed. An amide will be formed. This amide is treated with bromine in NaOH. So this will be an amide treatment with bromine and a base is Hofmann-bromamide degradation reaction. So during Hofmann-bromamide degradation reaction, this amide carboxyl group will be removed and you are getting a primary amine, so aniline. So the question is not the product, but if 11.25 milligrams of chlorobenzene is taken, then 11.25 milligrams of chlorobenzene will produce dash milligrams of the product B. So the product B is aniline, and how many grams of or milligrams of aniline will be produced? That is your question. So let's see, 1 mole of chlorobenzene is capable of producing 1 mole of aniline. From this reaction it is evident 1 mole of chlorobenzene is sufficient enough to produce 1 mole of aniline. So 1 mole of chlorobenzene is giving 1 mole aniline. The molar mass of chlorobenzene will be 77 plus 35, 77 plus 35. So that will be 107 plus 5.5, that will be 112.5. So 112.5 grams of chlorobenzene will be capable of producing 90, I think it's 93, let me check it, 77 plus 14, 77 plus 14, 91 plus 2, 93, yes, 93 grams. But the question is, if 11.25 milligram is taken, so 112.5 gram produces 93, then what will 11.25 milligram produces? Let it be x milligram. So the value of x will be, you can use the stoichiometric calculation, so that the value of x will be 11.25 multiplied by 93 divided by 112.5, so that the final value will be 9.3 milligrams, 9.3 milligrams. So you have to report it as 10 to the power minus 1 milligram, so that will be 93 into 10 to the power minus 1, 93 into 10 to the power minus 1, 10 to the power minus 1. So correct answer will be 74th, 93, answer will be 93, 74th question answer 93, 93. Let us see the 75th question, last question of the session. The formation enthalpies of hydrogen gas, that is atom, hydrogen atom in gaseous state and oxygen atom in gaseous state are 220 and 250 kilojoule per mole. So hydrogen molecule is undergoing dissociation to become hydrogen gas. So 1 mole hydrogen atom in the gaseous state is obtained when an amount of enthalpy of formation, that will be delta H, standard enthalpy of formation, 220 kilojoule is absorbed. And oxygen, similarly, oxygen atom in gaseous state is obtained when 250 kilojoule per mole energy is provided, and the temperature is at 298.15 Kelvin. And enthalpy of formation of water, is provided. So the half H2 plus half O2 giving H2O releases some energy, that is the enthalpy of formation of water is minus 242 kilojoule per mole. Enthalpy of formation of water is minus 242 kilojoule per mole. So the average bond enthalpy of the OH. So considering these quantities, first of all, during this dissociation 220 kilojoule per mole has been absorbed, but for the formation of water you actually require 2 hydrogen atoms, so you have to multiply this quantity with 2. So the enthalpy of formation of water will be equal to minus 242
kilojoules, and this will be equal to the energy absorbed to break 1 mole of hydrogen molecule, and the energy absorbed to break half mole of oxygen molecule. So that will be 2 into 220 plus, why I am multiplying it with the 2, that's because here I have considered the dissociation of half mole of hydrogen molecule. For the water formation, 1 mole of hydrogen molecule is involved, so that's why I multiplied with the 2 plus the 250 kilojoule for the dissociation of oxygen molecule, half mole oxygen molecule, minus the bond energy, since water contains 2 hydrogen oxygen bonds, so 2 bond energies of OH, 2 into bond energy of OH. So the question is the energy stored in one oxygen hydrogen bond. So on rearrangement, you can take it like this. So 2Be will be equal to 440 plus 250 plus 242. So the bond energy will be 440 plus 250 plus 242 divided by 66 kilojoule per mole. 466 kilojoule per mole. 466 kilojoule per mole. So the answer will be 466. 75th question, 466 kilojoule per mole. So that's all. We have discussed the 25 questions available for the JEE Mains session 1, January 28th, the morning shift. Okay, morning shift. So നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഇനി എഴുതാൻ പോകുന്നതിന് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക, നല്ലൊരു എക്സാം ആയിട്ട് വരട്ടെ, അടുത്ത എക്സാം ഞാൻ പ്രാർത്ഥിക്കുന്നു. സോ ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. സോ സ്റ്റഡി വെൽ, സ്റ്റഡി ഹാർഡ്, ടേക്ക് കെയർ, ബൈ. Brilliant Study Center, India's #1 coaching center for NEET and JEE.